നമ്മൾ ഇന്ന് 6ാമത്തെ ദിവസത്തിലേക്ക് കിടക്കുകയാണ്. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിലാണ് നമ്മളുള്ളത്. 6-ാം അധ്യായത്തിന്റെ അവസാനം നമ്മൾ പറഞ്ഞത് രണ്ട് ആണയാൽ ഉറപ്പിക്കപ്പെടുന്നതിനെ കുറിച്ചാണ്. 6-ാം അധ്യായത്തിൽ പറയുന്ന രണ്ട് ആണയിൽ ഒന്നാമത്തെ ആണ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അത് അശരണർക്ക്, ഓടിച്ചെല്ലുന്നവർക്ക് അഭയം പ്രാപിക്കുന്ന, കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് എന്നേക്കുമായുള്ള രക്ഷയുടെ വാഗ്ദത്തമാണ്. മറ്റൊന്ന് മഹാപുരോഹിതനെ സംബന്ധിക്കുന്നതും പ്രത്യാശയുടെ ഓഫറാണ്. ഒന്ന് പാപങ്ങളുടെ പരിഹാരവും മറ്റൊന്ന് നിത്യമായ തേജസ്സിന്റെ വാഗ്ദത്തവുമാണ്. ഒന്ന് നമ്മുടെ ക്രൂശിലെ മരണത്തിലൂടെ വിടുവിച്ച കാര്യവും മറ്റൊന്ന് കർത്താവ് മഹാപുരോഹിതനായി തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് ചെല്ലുന്ന ഒരു പ്രത്യാശയാൽ നമ്മളെ വീണ്ടെടുത്ത കാര്യവുമാണ്. ഇത് രണ്ടും ആണയോടുകൂടി വന്നതാണ്. ദൈവം അനുദപിക്കാത്ത ആണയോടുകൂടി വന്നതാണ് നമ്മൾ കണ്ടു. ഈ ആണയില് ഈ വീണ്ടും ജനിക്കുന്ന കാര്യം, അതായത് ക്രൂശിലൂടെയുള്ള രക്ഷാ അനുഭവത്തിന്റെ കാര്യം നമ്മൾ റോമാലേഖനം മുതൽ ആ ആണയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് യേശു ക്രിസ്തു നമുക്ക് രക്ഷ എങ്ങനെ നൽകി എന്നുള്ളത് നമ്മൾ ആ ഒരു ക്രൂശിലെ മരണത്തിലൂടെ നമുക്ക് ലഭിച്ച വീണ്ടെടുപ്പിനെ കുറിച്ചുള്ള വിശദീകരണം അപ്പോസ്തലിക ലേഖനങ്ങൾ നമ്മൾ മുൻപേ കണ്ടിട്ടുണ്ട്. എന്നാൽ എബ്രായ ലേഖനം കൂടുതൽ കാര്യമായിട്ട് കൈകാര്യം ചെയ്യുന്ന രണ്ടാമത്തെ ആണയാണ്, അതായത് മഹാപുരോഹിതനെ സംബന്ധിക്കുന്ന ആണ. ആ മഹാപുരോഹിതനെ സംബന്ധിക്കുന്ന ഓത്ത് ആണ്, അതായത് സോൺ ടു ബി എ ഹൈ പ്രീസ്റ്റ്. അപ്പൊ ദൈവം ആണയോട് കൂടി ഒരു വാഗ്ദത്വത്തോടു കൂടി യേശു ക്രിസ്തുവിനെ മഹാപുരോഹിതനായി നിയമിക്കുന്നു എന്ന് നമുക്ക് ഈ വാക്യങ്ങളിലൂടെ കാണാം. അപ്പൊ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തു മൽക്കിസദേക്കും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് കാണുന്നത്. നമുക്ക് മൽക്കിസദേക്കിനെ കുറിച്ചുള്ള പിക്ചർ വ്യക്തമല്ല. അത് ശരിക്കും ആരാണ് മൽക്കിസദേക്ക് എന്ന് ചോദിക്കുന്നത് പ്രയാസമാണ്. കാരണം മൽക്കിസദേക്കിന്റെ എല്ലാ അടയാളങ്ങളും മനുഷ്യപുത്രനോട് ഒത്തിരിക്കുന്നു. പ്രത്യേകിച്ച് അവൻ എന്നും ജീവിക്കുന്നവനാണ്, മരിച്ചു പോകാത്തവനാണെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും ഹി ബിക്കംസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു ദ സൺ ഓഫ് ഗോഡ്. പക്ഷെ അങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ മാത്രമുള്ള വചനത്തിന്റെ അഫർമേഷൻ ഇല്ല. അത് മനഃപൂർവ്വം അവിടെ വെക്കാത്തതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറയുമ്പോൾ മൽക്കിസദേക്ക് ആര് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം വേദപുസ്തകം കൃത്യമായിട്ട് പറയുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ആണെന്നോ അല്ലെന്നോ ഒക്കെ പറയാം. അങ്ങനെ ഒരു സ്പെക്കുലേറ്റീവ് തിയോളജിയിലേക്ക് നമ്മൾ പോകുന്നില്ല. എന്താണോ വചനത്തിൽ എഴുതിയിരിക്കുന്നത് അത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. സോ ദാറ്റ്സ് നോട്ട് റിവീൽഡ്, വി ആർ നോട്ട് എൻറ്ററിങ് ഇൻ ടു ദാറ്റ് ഏരിയ. പക്ഷേ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോഴും യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യത്തെ കുറിച്ച് പറയുമ്പോഴും അതൊരു ആണയാൽ സ്ഥാപിതമായതാണെന്നും അത് മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള ഒരു പൗരോഹിത്യമാണെന്നും 7-ാം അധ്യായത്തിൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. 7-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം നമ്മൾ കണ്ടതാണ് ഇന്നലെ. എന്നാൽ അവരുടെ വംശാവലിയിൽ ഉൾപ്പെടാത്തവൻ, അതായത് എബ്രഹാമിന്റെ വംശാവലിയിൽ ഉൾപ്പെടാത്ത ഒരുവൻ എബ്രഹാമിൽ നിന്ന് ദശാംശം വാങ്ങിക്കുന്നു. അത് ആരാണെന്ന് നോക്കി ഉയർന്നവൻ താണവൻ അനുഗ്രഹിക്കുന്ന തർക്കമില്ലല്ലോ. അപ്പൊ എബ്രഹാമിനേക്കാളും വലിയവനാണ് എബ്രഹാമിന്റെ കയ്യിൽ നിന്ന് ദശാംശം വാങ്ങിക്കുന്നത്. ദശാംശം വാങ്ങുന്ന, ഇവിടെ മരിക്കുന്ന മനുഷ്യർ ദശാംശം വാങ്ങുന്നു. അതാണ്, മരിക്കുന്ന മനുഷ്യർ ദശാംശം വാങ്ങുന്നു, അവിടെയോ ജീവിക്കുന്നു എന്ന് സാക്ഷ്യം പ്രാപിച്ചവൻ ദശാംശം വാങ്ങും. അപ്പൊ രണ്ട് തരത്തിലുള്ള പൗരോഹിത്യത്തെ കുറിച്ചാണ് പറയുന്നത്. നമ്മളിവിടെ അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കി വഴക്കുണ്ടാക്കാനല്ല, പക്ഷെ ഇവിടെ നമ്മൾ കാണുന്ന യേശുക്രിസ്തുവിന്റെ തുല്യമായ ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ മൽക്കിസദേക്കിനെ അവിടെ കാണുന്നത്. മൽക്കിസദേക്കിനെ അവിടെ നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ മൽക്കിസദേക്ക് ജീവിക്കുന്നു എന്ന് സാക്ഷ്യം പ്രാപിച്ചവനാണ് എന്ന് നമ്മൾ അവിടെ കാണുന്നുണ്ട്. ഇവിടെ അടുത്ത വാക്യം നമ്മൾ വായിക്കുമ്പോൾ ദശാംശം വാങ്ങുന്ന ലേവിയും എബ്രഹാം മുഖാന്തരം ദശാംശം കൊടുത്തിരുന്നു. അപ്പോൾ ലേവിയ പൗരോഹിത്യം എന്ന് പറയുന്ന ഒരു ഇൻഫീരിയർ പൊസിഷൻ ആയിട്ടാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എബ്രഹാമിനേക്കാൾ വലിയവനാണ് എബ്രഹാമിനെ അനുഗ്രഹിച്ചത്. അപ്പോൾ എബ്രഹാമിന്റെ ഉള്ളില് എബ്രഹാമിൽ ആരും ഉണ്ടായിരുന്നു? ലേവി ഉണ്ടായിരുന്നു. അപ്പൊ എബ്രഹാം മൽക്കിസദേക്കിന് മുമ്പിൽ നിന്ന് ദശാംശം കൊടുക്കുമ്പോൾ ലേവിയും കൂടെ മൽക്കിസദേക്കിന് ദശാംശം കൊടുത്തു എന്നാണ് പറയുന്നത്. 11-ാം വാക്യം പറയുകയാണ്, ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണ്ണത വന്നെങ്കിൽ. ഇവിടെ തൊട്ടാണ് നമ്മൾ പഴയ പ്രമാണവും പുതിയ പ്രമാണവും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് എങ്ങനെയാണ് പരിഹരിക്കപ്പെടുന്നതെന്ന് കാണുന്നത്. 11-ാം വാക്യത്തിൽ പറയാണ്, ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണ്ണത വന്നെങ്കിൽ. അത് കഴിഞ്ഞുള്ള ഒരു വരയുണ്ട്. ആ വരയുള്ള ഭാഗം വിട്ടിട്ട് നമുക്ക് വായിച്ചിട്ട് പിന്നെ ആ വരയ്ക്കകത്തുള്ള ഭാഗം വായിക്കാം. ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണ്ണത വന്നെങ്കിൽ അഹ്റോന്റെ ക്രമപ്രകാരം എന്ന് പറയാതെ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ വരുവാൻ എന്താവശ്യം? ഓക്കെ, ലേവ്യ പൗരോഹിത്യത്തിന്റെ കീഴിലാണ് ജനം ന്യായപ്രമാണം പ്രാപിച്ചത്. അപ്പോൾ അതിന് സമ്പൂർണ്ണത വന്നുവെങ്കിൽ, അതിനാൽ ഒരു സമ്പൂർണ്ണത നമുക്ക് ലഭിച്ചുവെങ്കിൽ, മീൻസ് ഇഫ് ദാറ്റ് ഗേവ് us a perfection, അത് നമുക്കൊരു പൂർണ്ണത വരുത്തിയെങ്കിൽ, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ ഒരു പൂർണ്ണത നമുക്ക് വന്നുവെങ്കിൽ, ന്യായപ്രമാണത്താൽ ലേവ്യ പൗരോഹിത്യത്താൽ നമുക്കൊരു പൂർണ്ണത വന്നുവെങ്കിൽ
വന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ വരുവാൻ ആവശ്യം? കാരണം ഇഫ് ലിവൈറ്റ് priesthood was enough for our salvation, for our justification, then what was the need for another priesthood of the order of Melchizedek? അതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പൊ മൽക്കിസദേക്കിന്റെ പൗരോഹിത്യ പ്രകാരം ക്രമപ്രകാരമുള്ള ഒരു പൗരോഹിത്യം സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളതിനാൽ തന്നെ ലേവ്യ പൗരോഹിത്യം താൽക്കാലികവും അത് ഇൻഎഫക്റ്റീവുമായിരുന്നു എന്നാണ് തെളിയുന്നത് എന്ന് എബ്രായ ലേഖനകർത്താവ് പറയുന്നു. ഓക്കെ, പൗരോഹിത്യം മാറിപ്പോകുന്നു. അപ്പൊ ഇവിടുത്തെ ആർഗ്യുമെന്റ് ഇങ്ങനെയാണ്: പൗരോഹിത്യം ഒരു പ്രമാണവുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്, ലേവ്യ പൗരോഹിത്യം ന്യായപ്രമാണവുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നത്. അപ്പോൾ ഇവിടുത്തെ ആർഗ്യുമെന്റ് ഇതാണ്: ന്യായപ്രമാണം പ്രാപിച്ചത് ഒരു പൗരോഹിത്യത്തിന്റെ കീഴിലാണ്. എന്ത് പൗരോഹിത്യത്തിന്റെ കീഴിലാണ്? ലേവ്യ പൗരോഹിത്യത്തിന്റെ കീഴിലാണ്. നോക്ക്, ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണ്ണത വന്നെങ്കിൽ ആ ഹൈഫനകത്തുള്ള എന്താ നോക്കിയേ, അതിൻ കീഴല്ലോ ജനം ന്യായപ്രമാണം പ്രാപിച്ചത്. അപ്പൊ ന്യായപ്രമാണം ജനം പ്രാപിക്കുന്നത് ലേവ്യ പൗരോഹിത്യത്തിന്റെ കീഴിലാണ്. അങ്ങനെയാണല്ലോ. അപ്പോൾ എന്ത് സംഭവിച്ചു? ലേവ്യ പൗരോഹിത്യം തന്നെ മാറിപ്പോയി. അതിന് പകരം മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള ഒരു പൗരോഹിത്യം വന്നു. അപ്പൊ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള ഒരു പൗരോഹിത്യം വന്നു. അത് വരാൻ എന്താ ആവശ്യം? ഇതുകൊണ്ടൊരു പെർഫെക്ഷൻ വന്നില്ല. അതുകൊണ്ട് മൽക്കിസദേക്കിന്റെ ഒരു പൗരോഹിത്യം വരിക എന്നുള്ളത് ആവശ്യമായിരുന്നു. പൗരോഹിത്യം മാറിപ്പോകുന്ന പക്ഷം ഈ ലേവ്യ പൗരോഹിത്യത്തിന്റെ കീഴിൽ വന്ന ന്യായപ്രമാണവും മാറിപ്പോകേണ്ടത് ആവശ്യം. പൗരോഹിത്യം മാറിപ്പോകുന്ന പക്ഷം ന്യായപ്രമാണത്തിനും കൂടെ മാറ്റം വരാൻ ആവശ്യം. അപ്പൊ താൽക്കാലികമായ ഒരു പൗരോഹിത്യത്തിൽ വരുന്ന താൽക്കാലികമായ പ്രമാണത്തിന് പകരം നിത്യമായ ഒരു പൗരോഹിത്യത്താൽ വരുന്ന നിത്യമായ നീതി നമുക്ക് ലഭിക്കേണ്ടത് ആവശ്യം. അപ്പോൾ പ്രവൃത്തിയാൽ വരുന്ന ഒരു നീതി മാറി ക്രിസ്തുവിനാൽ വരുന്ന ഒരു നീതി വെളിപ്പെടേണ്ടത് ആവശ്യം. അപ്പൊ ലേവ്യ പൗരോഹിത്യം ഈസ് കണക്റ്റഡ് ടു ഓൾഡ് ടെസ്റ്റാമെന്റ് റൈച്ചസ്നസ്, ഓൾഡ് ടെസ്റ്റാമെന്റ് ലോ, എക്സ്റ്റേണൽ റൈച്ചസ്നസ്, ബാഹ്യമായ നീതിയെ കുറിക്കുന്നതാണെങ്കിൽ, ആ കർമ്മങ്ങളെ കുറിക്കുന്നതാണെങ്കിൽ, നിത്യമായ പൗരോഹിത്യം ആന്തരികമായതും ദൈവികവുമായ നീതിയെയാണ് കാണിക്കുന്നത്. അപ്പൊ ഒരു പൗരോഹിത്യം നീങ്ങിപ്പോകുമ്പോൾ അതിനോടുകൂടിയുള്ള വ്യവസ്ഥകൾ നീങ്ങിപ്പോവുകയും മറ്റൊരു പൗരോഹിത്യം വരുമ്പോൾ അതിനോടുകൂടിയുള്ള വ്യവസ്ഥകൾ സ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെയുള്ള ആർഗ്യുമെന്റ്. പൗരോഹിത്യം മാറിപ്പോകുന്ന പക്ഷം ന്യായപ്രമാണത്തിനും കൂടെ മാറ്റം വരുവാൻ ആവശ്യം. അപ്പൊ ന്യായപ്രമാണം നീങ്ങിപ്പോയോ അതോ നിവൃത്തിയാവുകയാണോ ചെയ്തത്? ഇതൊക്കെ നമ്മൾ ഈ വരുന്ന വാക്യങ്ങളിൽ നമ്മൾ കാണാൻ പോവുകയാണ്. അതെങ്ങനെയാണ് ഈ ലേവ്യ പൗരോഹിത്യം മാറിപ്പോയി എന്ന് നമുക്ക് ഉറപ്പ് പറയാനുള്ള കാരണം? എങ്ങനെ നമുക്ക് ലേവ്യ പൗരോഹിത്യം മാറിപ്പോയി എന്ന് ഉറപ്പ് പറയാൻ പറ്റും? അടുത്ത വാക്യം ഇതാണ്: എന്നാൽ ഇത് ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നുവോ അവൻ, അവന്റെ പൗരോഹിത്യത്തിന് മാറ്റം വരികയെന്ന് ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നോ അവൻ വേറൊരു ഗോത്രത്തിലുള്ളവൻ. ആ ഗോത്രത്തിൽ ആരും യാഗപീഠത്തിങ്കൽ ശുശ്രൂഷ ചെയ്തിട്ടില്ല. അപ്പൊ യേശുക്രിസ്തു ഒരു പുരോഹിതനാണെങ്കിൽ ഉറപ്പാണ് ലേവ്യ പൗരോഹിത്യം തീർന്നു. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അവൻ ലേവ്യനല്ലായിരുന്നു. യേശുക്രിസ്തു ലേവ്യനായിരുന്നില്ല. യേശുക്രിസ്തു യഹൂദ ഗോത്രത്തിൽ പിറന്നവനായിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്? ലേവ്യ പൗരോഹിത്യം തീർന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് യേശുക്രിസ്തു നമ്മുടെ പുരോഹിതൻ എന്നുള്ള കൺഫെഷൻ. If Jesus is our high priest, it means the Levite priesthood has gone away, passed away. We have passed over that. അതിനെ നമ്മൾ കടന്ന് പോന്നിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. കാരണം ലേവ്യ പൗരോഹിത്യത്തിന്റെ കീഴിലല്ല നമ്മൾ, മൽക്കിസദേക്കിന്റെ പൗരോഹിത്യത്തിന്റെ കീഴിലാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ ലേവ്യ പൗരോഹിത്യം തീർന്നു എന്ന്? കാരണം ലേവ്യ പൗരോഹിത്യം ലേവ്യർക്ക് നൽകപ്പെട്ടതാണ്. എന്നാൽ യേശു ക്രിസ്തു ലേവ്യ ഗോത്രത്തിലുള്ള ആളല്ല, യഹൂദ ഗോത്രത്തിലുള്ള ആളാണ്. ഓക്കെ, ഇനി അടുത്ത വാക്യം നോക്കി. ഇത് 13-ാം വാക്യം ഒന്നുകൂടെ: എന്നാൽ ഇത് ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നുവോ അവൻ വേറൊരു ഗോത്രത്തിലുള്ളവൻ, ആ ഗോത്രത്തിൽ ആരും യാഗപീഠത്തിൽ ശുശ്രൂഷ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ പിന്നെ എങ്ങനെയാണ് യേശുക്രിസ്തുവിന് പുരോഹിതനാകാൻ പറ്റുന്നത്? ലേവ്യ പുരോഹിതനാവാൻ എന്തായാലും പറ്റില്ല. യാക്കോബക്കാർ പാടിയെന്നേ ഉള്ളൂ, അതൊരിക്കലും സാധിക്കില്ല. കാരണം യേശു ആ ഗോത്രത്തെക്കുറിച്ച്, യഹൂദ ഗോത്രത്തെക്കുറിച്ച് പൗരോഹിത്യം സംബന്ധിക്കുന്ന യാതൊരു കൽപ്പനകളുമില്ല. അപ്പൊ ഹൗ ഡിഡ് ജീസസ് ബിക്കം എ ഹൈ പ്രീസ്റ്റ്? എങ്ങനെയാണ് യേശുക്രിസ്തു ഒരു കൽപ്പന കൂടാതെ ഹൈ പ്രീസ്റ്റ് ആകുന്നത്? നമ്മൾ 5-ാം അധ്യായം വായിച്ചപ്പോൾ കണ്ടത് ദൈവം അവന് കൊടുത്തതാണെന്ന് കണ്ടത് അല്ലെ? അപ്പൊ ദൈവം കൊടുക്കാതെ, ദൈവത്തിന്റെ കയ്യിൽ നിന്ന് പ്രാപിക്കാതെ പുരോഹിതനാകാൻ സാധിക്കില്ല. അപ്പൊ ലേവ്യർക്കാണ് ലേവ്യ പൗരോഹിത്യം ദൈവം കൊടുത്തത്. അപ്പൊ ലേവ്യ ക്രമപ്രകാരം പുരോഹിതനാകണമെങ്കിൽ അവൻ ലേവ്യനായിരിക്കണം. അപ്പൊ യേശുക്രിസ്തു പുരോഹിതനാണ് എന്ന് പറയുമ്പോൾ അവന്റെ പൗരോഹിത്യം എവിടെ നിന്ന്? ലേവ്യരിൽ നിന്നല്ല. ലേവ്യരിൽ നിന്നായാൽ യേശുക്രിസ്തു ലേവ്യനല്ല. അപ്പൊ ദൈവത്തിന്റെ ആ ഓർഡർ മാറുകയാണ്. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? യഹൂദയിൽ നിന്ന് നമ്മുടെ കർത്താവ് ഉദിച്ചു എന്ന് സ്പഷ്ടമല്ലോ. അപ്പൊ നമ്മുടെ കർത്താവിന്റെ ഗോത്രം ഏതാണ്? യഹൂദ ഗോത്രമാണ്. അപ്പൊ യഹൂദ ഗോത്രത്തിൽ നിന്ന് കർത്താവ് വന്നു എന്നുള്ളത് സ്പഷ്ടമല്ലോ. ആ ഗോത്രത്തോട് മോശെ പൗരോഹിത്യം സംബന്ധിച്ച് ഒന്നും കൽപ്പിച്ചിട്ടില്ല. അപ്പൊ ഒരു ലിവൈറ്റ് ഇൻഹെറിറ്റൻസ് യേശുക്രിസ്തുവിനില്ല.
ലേവ്യ പൗരോഹിത്യത്തിന്റെ ഒരു പിന്തുടർച്ച യേശുക്രിസ്തുവിന് ഇല്ല എന്ന് അസന്നിഗ്ധമായി ഈ വാക്യങ്ങൾ പഠിപ്പിക്കുകയാണ്. ഓക്കെ, യഹൂദയിൽ നമ്മുടെ കർത്താവ് ഉദിച്ചു എന്ന് സ്പഷ്ടമല്ലോ, ആ ഗോത്രത്തോട് മോശ പൗരോഹിത്യം സംബന്ധിച്ച് ഒന്നും കൽപ്പിച്ചിട്ടില്ല. അപ്പൊ പിന്നെ എന്ത് തരത്തിലുള്ള പൗരോഹിത്യമാണിത്? ഒരു കൽപ്പനകളും ഈ ഗോത്രത്തോടില്ല, പ്രത്യേകമായിട്ടില്ല. അപ്പൊ ഗോത്രത്തിന് അതീതമായ തത്വങ്ങളാണ് യേശുക്രിസ്തുവിനെ പുരോഹിതനാക്കുന്നത്. അടുത്ത വാക്യം നോക്കിയേ, ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താലല്ല, ഇറ്റ്സ് നോട്ട് ബൈ ലോ. ലേവ്യരുടെ കർത്താവ് പറഞ്ഞ പോലെ ഒരു പ്രമാണമല്ല, ജഡത്താൽ ഉത്ഭവിക്കുന്ന ഒരു കാര്യത്തെ സംബന്ധിക്കുന്നതല്ല. ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താലല്ല, അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ ഉളവായ വേറെ ഒരു പുരോഹിതൻ. ഓക്കെ, അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ ഉളവായ വേറെ ഒരു പുരോഹിതൻ മൽക്കീസദേക്കിന് സദൃശനായി ഉദിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും അധികം തെളിയുന്നു. എന്താ തെളിയുന്നത്? ലേവ്യ പൗരോഹിത്യം കഴിഞ്ഞു പോയി എന്ന് തെളിയുന്നു. എങ്ങനെ തെളിയുന്നു? യഹൂദിയിൽ നിന്ന് ഒരു പ്രവാചകൻ, ഒരു പുരോഹിതൻ വന്നിരിക്കുന്നു. യഹൂദിയിൽ നിന്ന് എങ്ങനെ പുരോഹിതൻ വരും? ജഡസംബന്ധമായ കൽപ്പനകളാൽ വരാൻ സാധ്യമല്ല. കാരണം യഹൂദ ഗോത്രത്തോട് കർത്താവ് ജഡസംബന്ധമായി ഒന്നും പറഞ്ഞിട്ടില്ല, പൗരോഹിത്യത്തെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങോട്ട് പ്രോമിസ് ഇല്ല. അപ്പൊ ജഡസംബന്ധമായി പൗരോഹിത്യത്തിന്റെ പ്രോമിസ് ഇല്ലാത്ത ഒരു ക്ലാനിൽ നിന്ന്, ഒരു ട്രൈബിൽ നിന്ന് എന്ത് സംഭവിച്ചിരിക്കുന്നു? ഒരു ഗോത്രത്തിൽ നിന്ന് യേശുക്രിസ്തു ഉണ്ടായിരിക്കും. അപ്പൊ യേശുക്രിസ്തു എന്ന മഹാപുരോഹിതൻ അപ്പൊ എങ്ങനെ ഉണ്ടായതായിരിക്കും? ജഡസംബന്ധമായ ഒരു കൽപ്പന ഇല്ലാത്തതിനാൽ ജഡസംബന്ധമായ കൽപ്പനകളിൽ നിന്നുണ്ടായതല്ല. പിന്നെ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ പ്രത്യേകത എന്താണ്? അതൊരു ഇറ്റേണൽ പ്രീസ്റ്റ്ഹുഡ് ആണ്. അതിനൊരു പ്രീകൾസർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന മൽക്കിസദേക്കിനെ മാത്രമാണ്. അപ്പൊ എബ്രായ ലേഖനകർത്താവ് പറയാണ്, യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം ആദ്യവും അന്തവും ഇല്ലാത്ത, ജീവനോ മരണമില്ലാത്ത, ജനന ദിവസമോ മരണ ദിവസമോ ഇല്ലാത്ത സ്വയംഭൂവായ പുത്രന്റെ പൗരോഹിത്യം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ജഡപ്രകാരമല്ല കൽപ്പനകൾ വരുന്നതാവില്ല, ആകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ പൗരോഹിത്യം വന്നത് ജീവനാലാണ്, ജീവന്റെ ശക്തിയാലാണ് യേശുക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യം ഉളവായത് എന്ന് ഈ വാക്യം നമ്മളെ പഠിപ്പിക്കും. ഇപ്പൊ ലേവ്യ പൗരോഹിത്യത്തിന്റെ കാലം കഴിഞ്ഞതുകൊണ്ട് എബ്രായ ലേഖനത്തിന്റെ ആർഗ്യുമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ലേവ്യ പൗരോഹിത്യത്തിന്റെ കീഴിൽ വന്ന ന്യായ പ്രമാണം മാറി, നിഴലായ പ്രമാണം മാറി, ആന്തരികമായ പൊരുളായ പ്രമാണം, നിത്യമായി ദൈവത്തിന്റെ സന്നിധിയിൽ സ്ഥിരമായിരിക്കുന്ന വചനം, ആ നീതി, ദൈവത്തിന്റെ നീതിയുടെ പ്രമാണം യേശുക്രിസ്തുവിന്റെ നിത്യ പൗരോഹിത്യത്തിന്റെ കീഴിൽ വെളിപ്പെട്ടിരിക്കുന്നു. ദാറ്റ്സ് എൻ ഇറ്റേണൽ ലോ റൈച്ചസ്നെസ്. നമ്മൾ ഈ ഹൈപ്പർ ഗ്രീസുകാർക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയത് എറിഞ്ഞു കളയാൻ അവർ പഠിച്ചെങ്കിലും പുതിയത് എന്താണെന്ന് മനസ്സിലായില്ല. അതാണ് അതിന്റെ പ്രശ്നം. ഈ പുതിയ റൈച്ചസ്നെസ് എന്ന് പറയുന്നത് പഴയതൊരു നിഴൽ മാത്രമാണ്. പുതിയത് വെച്ച് നോക്കുമ്പോൾ അത് തന്നെയാണ് ദൈവത്തിന്റെ നീതി എന്നും ഇറ്റേണലി ഒന്ന് തന്നെയാണ്. അതിന്റെ ഒരു നിഴൽ മാത്രമാണ് പഴയ നിയമത്തിൽ നമ്മൾ കണ്ടത്. അതിന്റെ പൊരുൾ വെളിപ്പെട്ട് വന്നപ്പോൾ ഈ പൊരുൾ വെളിപ്പെട്ടിട്ടാണ് നിഴല് മാറിയതെന്ന് ഹൈപ്പർ ഗ്രേസുകാർക്ക് മനസ്സിലായില്ല. അവർ ആ നീതിയെ തന്നെ വേണ്ട എന്ന് വെച്ചു. കാരണം വിത്തൗട്ട് റൈച്ചസ്നെസ് ദേ തോട്ട് ദേ വെർ മെയ്ഡ് റൈച്ചസ്. യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ കീഴിൽ ഒരു നീതിയുടെ വെളിപ്പാടും ആ നീതിയുടെ ആട്രിബ്യൂഷനും, അതായത് നമ്മളിലേക്ക് പകർത്തപ്പെടുന്ന ദൈവനീതി, അതില്ലാതെ നമുക്ക് ഈ കവനന്റിനെ നിലനിൽക്കുന്നതെന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് പുതിയ കവനന്റ് വെളിപ്പെടുമ്പോൾ അതിന്റെ കൂടെ ക്രിസ്തുവിന്റെ നീതി കൂടെ വെളിപ്പെടുന്നുണ്ട്. മൽക്കീസദേക്കിന്റെ പ്രീസ്റ്റ്ഹുഡിന്റെ കീഴെ, പൗരോഹിത്യത്തിന്റെ കീഴെ യേശുക്രിസ്തുവിന്റെ നീതി, ആ നീതിയുടെ പ്രമാണം വെളിപ്പെടുത്തുന്നു എന്നാണ് ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത്. 8-ാം അധ്യായത്തിൽ, നമ്മൾ 7-ാം അധ്യായത്തിൽ പ്രധാനമായും പൗരോഹിത്യത്തിന്റെ നീക്കമാണ് പറയുന്നതെങ്കിൽ 8-ാം അധ്യായത്തിൽ ആ പ്രമാണത്തിന്റെ നീക്കത്തെക്കുറിച്ചാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ അപ്പോസ്തലിക ഉപദേശങ്ങൾ, ലേഖനങ്ങൾ, പ്രത്യേകിച്ച് എബ്രായ ലേഖനം, നിങ്ങളത് ഇന്നലെ ഒരു ഹോംവർക്ക് തന്നായിരുന്നു, വായിച്ചു എന്ന് വിചാരിക്കുന്നു. ഇത് ക്ലാസ് റൂം അല്ലാത്തതുകൊണ്ട് ചോദ്യങ്ങളൊന്നും ഇല്ല, പക്ഷെ നിങ്ങൾ വായിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. ഈ എബ്രായ ലേഖനം എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചപ്പോൾ മനസ്സിലായി കാണും എന്ത് സിമ്പിളായിട്ട്, അത് എന്ത് സിമ്പിൾ എന്ന് മാത്രമല്ല എത്ര ഓർഡർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ലേഖനം. ഞാൻ കഴിഞ്ഞ 6-ാം അധ്യായം ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് അതിന്റെ ബ്യൂട്ടി ശരിക്കും ഒന്ന് ആസ്വദിച്ചത് ഞാൻ. കാരണം അത് 2-ാം അധ്യായം തൊട്ട് ഈ ലേഖനകർത്താവ് തുടങ്ങി വെച്ചിരുന്ന എല്ലാ കാര്യങ്ങളും ഈ 6-ന്റെ അവസാനം കൺക്ലൂഡ് ചെയ്യുന്നതാണ്. വളരെ ബ്യൂട്ടിഫുൾ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോരോ വിഷയങ്ങളുടെ മറുപടി പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. 7-ാം അധ്യായം ഇതിന്റെ എക്സ്പ്ലനേഷൻ തന്നെയാണ്, മഹാപൗരോഹിത്യത്തിന്റെ എക്സ്പ്ലനേഷൻ തന്നെയാണ്. അത് 5-ാം അധ്യായത്തിലെ ഡിസ്കഷന്റെ തുടക്കമാണ്. സോ ഇറ്റ് ഗോസ് ലൈക്ക് എ ചെയിൻ. And it's beautiful if you understand that train of thought. ആ ചിന്തയുടെ ആ കമ്പാർട്ട്മെന്റ്സ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ടു വാക്ക് in those verses. ഓക്കെ, ഈ അധ്യായങ്ങളുടെ വാക്യങ്ങളോട് നടക്കുന്നത് വളരെ മനോഹരമാണ്. അത് നമ്മൾ വളരെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ 7-ാം അധ്യായത്തിൽ പറയുന്ന പൗരോഹിത്യത്തിന്റെ നീക്കത്തെക്കുറിച്ചും 8-ാം അധ്യായത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് നിയമത്തിന്റെ, പ്രമാണത്തിന്റെ നീക്കത്തെക്കുറിച്ചുമാണ്.
അതെങ്ങനെയാണ് ഇത് രണ്ടിനും സ്ഥാനചലനം ഉണ്ടാകുന്നതെന്ന് ഈ അധ്യായങ്ങളിൽ നമുക്ക് കാണാം. മൽക്കിസദേക്കിന് സദൃശനായി ഉദിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും തെളിയുന്നു. എന്ത് ഏറ്റവും തെളിയുന്നു? ലേവ്യ പ്രമാണം, ലേവ്യ പൗരോഹിത്യം നീങ്ങിപ്പോയി എന്ന് ഏറ്റവും തെളിയുന്നു. എങ്ങനെ തെളിയുന്നു? വി ഹാവ് ഗോട്ട് എ ഹൈ പ്രീസ്റ്റ് ഫ്രം ദ ട്രൈബ് ഓഫ് ജൂഡ. അത് മാത്രമല്ല, ആ ജൂഡയെ കുറിച്ച് ആക്ഷരികമായ ഒരു കൽപ്പന ഇല്ല. അത് മൽക്കിസദേക്കിന്റെ കൃപാപ്രകാരം ജീവന്റെ അടിസ്ഥാനത്തിലുള്ള എന്നേക്കുമായുള്ള ഒരു പൗരോഹിത്യമാണ്. അതാണ് ആണയുടെ അടിസ്ഥാനത്തിലുള്ള പൗരോഹിത്യം. മറ്റേത് ആണയുടെ അടിസ്ഥാനത്തിലുള്ള പൗരോഹിത്യമല്ല. അതാണ് എബ്രായ ലേഖനകർത്താവ് പറയുന്നത്. ഓക്കെ, 17-ാം വാക്യം പറയുന്നത്, ഈ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്നല്ലോ സാക്ഷിച്ചിരിക്കുന്നത്. ദിസ് എ വിറ്റ്നസ് ഓഫ് ദ പ്രോഫറ്റ്സ്. ഈ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ. 18-ാം വാക്യം, മുൻപിലത്തെ കൽപ്പനയ്ക്ക് അതിന്റെ ബലഹീനതയും നിഷ്പ്രയോജനവും നിമിത്തം നീക്കവും നാം ദൈവത്തോടടുക്കുന്നതിനുള്ള ഏറെ നല്ല പ്രത്യാശയ്ക്ക് സ്ഥാപനവും വന്നിരിക്കുന്നു. അപ്പൊ ഒരു കാര്യം നീങ്ങിപ്പോയി, ആണയോട് കൂടി അല്ലാത്തത് നീങ്ങിപ്പോയി. എന്നാൽ ആണയോട് കൂടിയുള്ളതിന് സ്ഥാപനവും വന്നിരിക്കുന്നു. എന്തായിരുന്നു? രണ്ടാമത്തെ ആണ് പ്രത്യാശയെ സംബന്ധിക്കുന്നതായിരുന്നു. ഒന്നാമത്തെ ആണ് എന്തായിരുന്നു? നമ്മുടെ പാപങ്ങളുടെ മോചനത്തെ സംബന്ധിക്കുന്നതായിരുന്നു. എബ്രായ ലേഖനത്തിൽ കൂടുതൽ ട്രസ്റ്റ് കൊടുത്തിരിക്കുന്നത് പ്രത്യാശയുടെ ആണയ്ക്കാണ്. മഹാപൗരോഹിത്യത്തിന്റെ പ്രത്യാശയാണ്. അതായത് നമ്മുടെ പ്രത്യാശ എന്താണ്? 4-ാം അധ്യായത്തിന്റെ ഡിസ്കഷൻ. ഇതൊന്നും മറക്കരുത്. 4-ാം അധ്യായത്തിന്റെ അവസാനം എന്താ പറയുന്നറിയോ? അവന്റെ മുമ്പിലാണ് നമ്മൾ നഗ്നവും മലർന്നുമായി കിടക്കുന്നു, അവനുമായിട്ടാവും നമുക്ക് കാര്യമുള്ളത്. നമുക്ക് ആകാശത്തിൽ കൂടെ കൊടുക്കുന്ന ഒരു മധ്യസ്ഥനുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രത്യാശയുടെ സ്വീകാരം നമ്മൾ മുറുകെ പിടിക്കുക. ഇപ്പൊ എബ്രായ ലേഖനം മുഴുവൻ ആ പ്രത്യാശയുടെ സ്വീകാരമാണ്. അതായത് രണ്ടാമത്തെ ആണയുടെ എംഫസിസ് ആണ് നമ്മൾ മുഴുവൻ കാണുന്നത്. മുമ്പിലത്തെ കൽപ്പനയ്ക്ക് അതിന്റെ ബലഹീനതയും നിഷ്പ്രയോജനവും നിമിത്തം. അപ്പൊ നിങ്ങൾ പറയും, ന്യായപ്രമാണം ബലഹീനവും നിഷ്പ്രയോജനമാണോ? നമ്മൾ ചോദിക്കുമ്പോൾ ദൈവം കൊടുത്ത ന്യായപ്രമാണം ബലഹീനവും നിഷ്പ്രയോജനമാവാൻ പറ്റൂ? പക്ഷെ ന്യായപ്രമാണമല്ല ബലഹീനമായത്. ശരിക്കും നമ്മളാണ് ബലഹീനരായത്. ഈ ന്യായപ്രമാണത്തിന്റെ ബലഹീനത എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് അറിയാം? ന്യായപ്രമാണത്തിന്റെ ബലഹീനത എന്ന് പറഞ്ഞാൽ ഈ പാപികളായ നമ്മെ മാറ്റാൻ ന്യായപ്രമാണത്തിന് പറ്റുന്നില്ല. അതായത് ചെയ്സ് എന്ന ബലഹീനനായ മനുഷ്യനിൽ ന്യായപ്രമാണത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ന്യായപ്രമാണത്തിന്റെ ബലഹീനത. ആ ബലഹീനത ശരിക്കും പ്രമാണത്തിന്റെ ബലഹീനതയല്ല, അത് ഈ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ബലഹീനതയാണ്. അപ്പൊ എന്റെ ബലഹീനതയെ പരിഹരിക്കാൻ ന്യായപ്രമാണത്തിന് കഴിയാത്തത് കൊണ്ടാണ് ന്യായപ്രമാണം ബലഹീനമായത്, നിഷ്ഫലമായത്, നിഷ്പ്രയോജനമായത്. കാരണം എനിക്ക് എടുത്താൽ പൊങ്ങാത്ത ഭാരമായിരുന്നു. റോമാലേഖനം 7-ാം അധ്യായത്തിൽ നമ്മൾ ഒരു വാക്യം മാത്രം ഒന്ന് വായിക്കാം, ജസ്റ്റ് ആസ് എ റിമൈൻഡർ. റോമർ 7:14. 7:14 ഇങ്ങനെയാണ് പറയുന്നത്, ന്യായപ്രമാണം ആത്മീകമെന്ന് നാം അറിയുന്നു. വി കനോട്ട് ബ്ലെയിം ദ ലോ. ഓക്കെ, ന്യായപ്രമാണം ആത്മീകമെന്ന് നാം അറിയുന്നു, ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. അപ്പോ പ്രോബ്ലം എന്റെയാണ്. ഐ ആം നോട്ട് ഇൻ എ പൊസിഷൻ ടു ഒബേ ബിക്കോസ് ഐ ആം സോൾഡ് അണ്ടർ സിൻ. അതാണ് എന്റെ പ്രശ്നം. പ്രമാണം നല്ലതാണ്, പക്ഷെ എനിക്കത് പ്രയോജനം ചെയ്യുന്നില്ല. 8:1-2 റോമാലേഖനം 8:1-2 നോക്കിയേ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ലാന്ന് പറഞ്ഞതിന് ശേഷം അടുത്ത വാക്യം എങ്ങനെയാണ് പറയുന്നത്? ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. എബ്രായ ലേഖനത്തിൽ നമ്മൾ എന്താ കണ്ടുകൊണ്ടിരുന്നത്? ജീവന്റെ ശക്തിയാൽ വന്ന മഹാപൗരോഹിത്യം, അതിനാൽ ഉണ്ടാകുന്ന പ്രമാണം. എന്ത് ചെയ്തു നോക്കി? ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന്, കണ്ടോ, അത് നീങ്ങിപ്പോകുന്ന ഒരു പൗരോഹിത്യം, നീങ്ങിപ്പോകുന്ന ഒരു പ്രമാണം, അതിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. വി ആർ ഫ്രീ ഫ്രം ദാറ്റ് ഓൾഡ് പ്രീസ്റ്റ്ഹുഡ് ആൻഡ് ഓൾഡ് സെറമോണിയൽ ലോ. അതിനു പകരം ജീവനാൽ സ്ഥാപിക്കപ്പെട്ട ഒരു മഹാപൗരോഹിത്യവും അതുപോലെ ആ പൗരോഹിത്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ദൈവത്തിന്റെ നീതിയുടെ ആണയം, അതിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. വി ഹാവ് ക്രോസ്ഡ് ഫ്രം ഡെത്ത് ടു ലൈഫ്. ഇതെങ്ങനെയാണ് ഈ ആണയാലുള്ള ആ ട്രാൻസ്ഫർ നടക്കുന്നത്? നമുക്ക് 7-ാം അധ്യായത്തിലെ 1-2 വാക്യങ്ങളോട് നോക്കാം. ഹൗ ഈസ് പോൾ എക്സ്പ്ലെയിനിങ് ദാറ്റ് ട്രാൻസ്ഫർ ഫ്രം വൺ റിലേഷൻഷിപ്പ് ടു അനദർ റിലേഷൻഷിപ്പ്? 7-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. വളരെ പെട്ടെന്ന് പോകാം, കാരണം ടൈം ഈസ് എ ഫാക്ടർ. ഇപ്പോഴും നിങ്ങൾ എനിക്ക് 5 ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്താലും ടൈം വിൽ ഓൾവേസ് ബി എ ഫാക്ടർ. അതുകൊണ്ട് വി നീഡ് ടു ഗോ, ജസ്റ്റ് വി വിൽ ഗോ ത്രൂ 3 and 4, വേഴ്സ് 3 and 4. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷനായ, അതായത് ഭാര്യ വേറെ പുരുഷന്റെ സ്വന്തമായ, വ്യഭിചാരിണി എന്ന് പേർ വരും. ഭർത്താവ് മരിച്ചുവെങ്കിലോ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് വരാതെ വണ്ണം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രയാണ്.
അപ്പൊ ശരിക്കും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നവരെ എ വുമൺ ഈസ് ബൗണ്ട്. അതുപോലെ തന്നെ എ മാൻ ഓൾസോ ഈസ് ബൗണ്ട്. വൺസ് മാരീഡ് ഇറ്റ് ഈസ് മാരീഡ് ഫോർ എവർ. അതിനിടയിൽ ഡൈവോഴ്സ് എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ല. വൺസ് മാരീഡ് മാരീഡ് ഫോർ എവർ. അതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹം കഴിക്കുമ്പോൾ പറയുന്ന മരണം നമ്മെ വേർപിരിക്കുന്നവരെ എന്നാണ്. അതിനിടയിൽ നമ്മൾ പലവിധ പ്രശ്നങ്ങളാൽ വേർപെട്ടാലുള്ള പ്രോബ്ലം ഈ സ്വർഗത്തിൽ മരണത്താൽ മാത്രമേ വേർപാടുള്ളൂ. ഭൂമിയിൽ മാത്രമേ നമുക്ക് വേറെ കാരണങ്ങളാൽ വേർപാടുണ്ടാക്കാൻ പറ്റൂ. ഭൂമിയിൽ എത്ര വേർപെട്ടാലും സ്വർഗത്തിൽ ഈ കല്യാണം ഇങ്ങനെ നിൽക്കും. അതിന്റെ ഉടമ്പടി മാച്ച് കളയാൻ നമുക്ക് യാതൊരു തരത്തിലും കഴിയില്ല. നിങ്ങൾ ഡൈവോഴ്സ് ആയതാ ബ്രദറെ, ഡൈവോഴ്സ് ആയതാ പാസ്റ്റർ എന്ന്, അത് അവരുടെ കുഴപ്പ പാസ്റ്റർ എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സ്വർഗത്തിൽ ഉടമ്പടി അടിക്കാൻ പറ്റില്ല. സ്വർഗത്തിൽ ഉടമ്പടി അടിയണമെങ്കിൽ ഒരാൾ മരിക്കണം. ഈ പരസംഗം നേതുവായിട്ട് ഉപേക്ഷിക്കാം, പക്ഷെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാൻ പറ്റുമെന്നുള്ള, അതാണ് അതിനകത്തെ പ്രശ്നം. അതായത് ഇവിടെ എല്ലാം ലോകത്തിൽ വേറൊരു മതത്തിലും ഒരു സഭയിലും ഒരു കൂട്ടത്തിലും ഒരു തത്വചിന്തയിൽ ഇത്രയും കഠിനമായ വിവാഹ നിയമങ്ങളില്ല ബൈബിളിലുള്ള പോലെ. ബൈബിൾ വളരെ ഫ്രീഡം തരുന്ന ഒരു ബുക്കാണ്, പക്ഷെ വിവാഹത്തിന്റെ കാര്യത്തിൽ യാതൊരു ഫ്രീഡവും ഇല്ല, എക്സ്ക്യൂസും ഇല്ല. അറിയായ്മയുടെ കാലത്ത് പലർക്കും പലതും സംഭവിച്ചിട്ടുണ്ടാവും, ഞാൻ അവരെ കുത്തിപ്പൊക്കുമല്ല. ബട്ട് ഇത് പറഞ്ഞ ശേഷം നിങ്ങൾ ഇത് കരുതിക്കോ, കല്യാണം കഴിക്കാൻ പോകുന്ന പിള്ളേരെ സൂക്ഷിച്ചോ, അവിടെ എവിടെയും പോയി ചാടിയാൽ പിന്നെ രക്ഷ ഉണ്ടാവില്ലെന്ന് വിചാരിച്ചു. കാരണം ദർ ഇസ് നോ പ്രൊവിഷൻ ഫോർ ഡൈവോഴ്സ്. അതുകൊണ്ട് ദൈവത്തിന്റെ ഹിതത്തിനായി കാത്തിരിക്കുവാൻ നിങ്ങൾ എല്ലാവരെയും ഞാൻ ബുദ്ധി ഉപദേശിക്കുന്നു. ഇനി വിവാഹം കഴിച്ച് പൊട്ടിത്തെറിച്ചിരിക്കുന്ന സമയമാണെങ്കിലും ഡൈവോഴ്സിനെ കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട. ദാറ്റ്സ് നോട്ട് പോസിബിൾ. അങ്ങനെ ഒരു പരിപാടി വേണേ സെപ്പറേറ്റ് ആയിട്ട് താമസിക്കാം, തല്ലിപ്പൊളിയും വഴക്കുവാണെങ്കിൽ കുറച്ച് നേരത്തേക്ക്, മ്യൂച്വൽ എഗ്രിമെന്റ്. പക്ഷെ വേറൊരാളെ കെട്ടുക എന്ന് പറയുന്ന, കല്യാണബന്ധം ഒഴിവാക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ അറ്റ് ഓൾ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെയാണ് ഈ പഴയ ന്യായപ്രമാണം എന്നാണ് റോമാലേഖനം പറയുന്നത്. ഈ പഴയ ന്യായപ്രമാണം എന്ന് പറയുന്നത് നമ്മളെ നടത്തുന്ന മോറൽ, അത് വളരെ ചെറുപ്പത്തിലേ നമ്മളെ കല്യാണം കഴിക്കും. ഒരു 2 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ കല്യാണം നിയമവുമായിട്ട് നടത്തും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 1 വയസ്സുള്ള കൊച്ചു നിങ്ങളുടെ ചർച്ചിൽ വന്നാൽ അതിന് സ്റ്റേജിൽ കയറി നടക്കാം, അല്ലെ എതിരെ വേണമെങ്കിലും നടക്കാം, എവിടെ വേണമെങ്കിലും മൂത്രം ഒഴിക്കാം. നമ്മൾ അവനെ പിടിച്ച് തല്ലാനൊന്നും പോകുന്നില്ല. ആരാ ഇവനെ അഴിച്ചു വിട്ടെന്ന് മാത്രമേ ചോദിക്കൂ. ഒരിക്കലും ആ കൊച്ചിനെ നമ്മൾ വഴക്ക് പറയാം, കാരണം ഹീസ് ഫ്രീ ടു ഡു ദാറ്റ്. പക്ഷെ ഒരു 2 വയസ്സാകുമ്പോഴേക്കും അമ്മ പറയും അവിടെ പറ്റത്തില്ല, അങ്ങനെ പറ്റില്ല, എപ്പോഴും പറ്റില്ല, കഴിക്കുന്ന കാര്യമാണ് ഇപ്പൊ പറ്റില്ല. ഇങ്ങനെ നിയമങ്ങൾ, ഡൂസ് ആൻഡ് ഡോൺസ് പതുക്കെ ഇവനെ കല്യാണം കഴിക്കും. പിന്നെ ജീവിതകാലം മുഴുവൻ ആ നിയമത്തിന്റെ കീഴിലായിരിക്കും. ഈ നിയമം എപ്പോഴും ഭയങ്കര സ്ട്രിക്റ്റാ. ന്യായപ്രമാണം ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഈ ന്യായപ്രമാണത്തിന്റെ കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ ഭർത്താവ് വരാൻ ന്യായപ്രമാണം രാവിലെ തൊട്ട് അനുസരിക്കുക. ഈ പരീക്ഷന്മാരുടെയൊക്കെ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ എന്താ അനുസരണം അവരനുസരിച്ചെന്നറിയോ, ഒരു പഴുത് പോലും കൊടുക്കാതെ അവരനുസരിച്ചു. രാത്രിയാകുമ്പോൾ ഭർത്താവിനോട് ചോദിക്കുകയാണ്, ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ അനുസരണം? ഭർത്താവ് പറയും, ഒരു പ്രയോജനമില്ല, നീ മാങ്ങാപ്പഴം മാത്രം തിന്നിട്ടുള്ളൂ, മാങ്ങാൻ്റെ അതുപോലെ കിടക്കുകയാണ്, ഇതൊന്നും പൂർത്തിയാകുന്നില്ല, സമാധാനമില്ല, മരിക്കും, നീ ചെയ്തൊന്നും ശരിയാവുന്നില്ല, നീ മരിക്കുള്ളൂ എന്നാ പറയുന്നത്. അപ്പൊ ഒത്തിരി പ്രവൃത്തികൾ എക്സ്റ്റേണലി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും ആന്തരികമായി മാറ്റമില്ലാത്തതുകൊണ്ട് മരണത്തിന്റെ നിഴലിലാണ് എപ്പോഴും പഴയ നിയമം, ന്യായപ്രമാണം. പിന്നെ ഹൃദയത്തിൽ മൂടുപടമൊക്കെ ഇട്ട് നമ്മൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം ഈ ഭാര്യ മടുത്തു, ഒരു സമാധാനമില്ല, പണി ചെയ്ത് ഭാര്യ മടുത്തു. ഭാര്യ വിചാരിക്കുകയാണ്, എന്റെ ദൈവമേ, ഇയാളെങ്ങാനും ഒന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ, ഡൈവോഴ്സ് ഇല്ലല്ലോ, എനിക്ക് വേറെ ആരെയും കെട്ടി ജീവിക്കാൻ. പക്ഷെ അവിടെ മരണം, ഈ ന്യായപ്രമാണം മരിക്കുകയില്ല. കാരണം കർത്താവ് എന്താ പറഞ്ഞ, ആകാശവും ഭൂമി ഒഴിഞ്ഞു പോയാലും ഈ ഭർത്താവ് നിങ്ങളെ ഇട്ടിട്ട് പോകില്ല. അപ്പൊ പിന്നെ എന്താ വഴി? 4-ാം വാക്യം പറയാണ്, നമുക്ക് മരിക്കാം. 4-ാമത്തിൽ എങ്ങനെ ഇവർ രക്ഷപ്പെടും, നമ്മൾ എങ്ങനെ ന്യായപ്രമാണത്തിൽ രക്ഷപ്പെടും നോക്കി. 4-ാം വാക്യം, അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ടുയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. അപ്പൊ യേശുക്രിസ്തു മരിച്ചപ്പോ ഞാനും മരിച്ചു. അപ്പൊ പഴയ ഭർത്താവ് പോയി. പഴയ ഭർത്താവിന് എന്റെ മേലെ അധികാരമില്ല. അത് പോയതല്ല, എന്റെ മേലെ അധികാരമില്ല. കാരണം എനിക്കൊരു പുതിയ ഭർത്താവിനെ മരണത്തിലൂടെ കിട്ടുന്നത്. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ ന്യായപ്രമാണത്തിന് അടിമയാണ്. പക്ഷെ എപ്പോ എന്റെ പഴയ മനുഷ്യൻ യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ആ സമയത്ത് എന്റെ ഭർത്താവ് മാറി. ഇപ്പൊ ആരാ എന്റെ ഭർത്താവ്? കർത്താവ്. പക്ഷെ ഇപ്പൊ വലിയൊരു പ്രശ്നമുണ്ട്. ആദ്യത്തെ ഭർത്താവ് പഴയ നിയമം അനുസരിച്ചാൽ മതിയായിരുന്നു, അതായിരുന്നു കുറച്ചുകൂടി എളുപ്പം. പുതിയ ഭർത്താവ് വന്നപ്പോൾ ഒട്ടും പറ്റാത്ത അവസ്ഥയായി. എന്ന് പറഞ്ഞാൽ
പട പേടിച്ച് പന്തളത്തിൽ ചെന്നപ്പോൾ എന്ന് പറഞ്ഞ പോലെ പുതിയ ഭർത്താവ് പറയുന്ന കാര്യം ഒട്ടും അനുസരിക്കാൻ പറ്റാത്തത്. അതായത് നേരത്തെ 5 മണിക്ക് എഴുന്നേറ്റാൽ മതി, ഇപ്പൊ 4 മണിക്ക് എഴുന്നേറ്റ്. നേരത്തെ 2 കറി ഉണ്ടാക്കിയാൽ മതി, ഇപ്പൊ 4 കറി ഉണ്ട്. നേരത്തെ അടിച്ചു വാരിയാൽ മതി, ഇപ്പൊ കഴുകി തുടയ്ക്കണം. ഒരു പഴുതുമില്ല. പുതിയ നിയമത്തിന്റെ നിയമങ്ങൾ അങ്ങനെയാ, ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ? പുതിയ നിയമമാണോ പഴയ നിയമമാണോ എളുപ്പം? അനുസരിക്കാൻ എളുപ്പം. അപ്പം പുതിയ നിയമം, അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും, പാസ്റ്റർമാർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ പഴയ നിയമത്തോടാണ് കുറച്ച് സ്നേഹം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചൊക്കെ അനുസരിക്കാൻ പറ്റും. ഈ പുതിയ നിയമം പ്രസംഗിക്കാൻ ഭയങ്കര പാടാണ്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ സ്വത്തെല്ലാം വിട്ട് ദരിദ്രർ കൊടുത്തിട്ട് നിയമിക്കുക, നിന്റെ ഉടുപ്പ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ എന്നോട് ചോദിക്കും, ഇതൊക്കെ ചെയ്തിട്ടാണോ പാസ്റ്റർ വരുന്നത്? അപ്പോൾ ഏറ്റവും നല്ലത് ദാനിയേലിനെ കുറിച്ചും ദാവീദിനെ കുറിച്ചൊക്കെ പ്രസംഗിക്കുക എന്നുള്ളതാണ്. കാരണം ഈ പുതിയ നിയമത്തിലെ കർത്താവ് നമ്മളെ രക്ഷിച്ചിട്ടുണ്ടെങ്കിലും അങ്ങോട്ട് കിടക്കുന്നത് എങ്ങനെയാ നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷെ ഇവിടെ ഏറ്റവും രസകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുതിയ ഭർത്താവ് പഴയ ഭർത്താവിനെ പോലെ അല്ല എന്നുള്ളതാണ്. പുതിയ ഭർത്താവിന്റെ പ്രത്യേകത, പഴയ ഭർത്താവിന് കൽപ്പന കൊടുക്കാൻ മാത്രം അറിയാമായിരുന്നു. പക്ഷെ പുതിയ ഭർത്താവ് സ്നേഹമാണ്, ഭയങ്കര സ്നേഹമാണ്. ഈ പുതിയ ഭർത്താവ് എന്താ പറയുന്നറിയോ? നീ ഒന്നും ചെയ്യണ്ട, എല്ലാം ഞാൻ ചെയ്തോളാം. അതാണ് പുതിയ നിയമം എന്ന് പറയുന്നത്. പുതിയ നിയമത്തിൽ നമ്മിൽ വസിക്കുന്ന ക്രിസ്തുവാണ് ന്യായപ്രമാണത്തെ നമ്മളിൽ പൂർത്തിയാക്കുന്നത്. ക്രൈസ്റ്റ് ലിവ്സ് ഇൻ us ആസ് മൈ സബ്സ്റ്റിറ്റ്യൂട്ട്. ഇപ്പൊ എല്ലാ സമയത്തും എനിക്കൊരു പകരക്കാരനുണ്ട് ഇൻ ക്രൈസ്റ്റ്. ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എനിക്കുണ്ട്. ഞാനിങ്ങനെ പറഞ്ഞാൽ മതി, ഞാനല്ല ക്രിസ്തു അത്രേ, വിശ്വസിച്ചാൽ മതി. എന്റെ വീട്ടില് പ്രശ്നമാണെങ്കിലും എവിടെ പ്രശ്നമാണെങ്കിലും ഭയങ്കര ദേഷ്യം വരുന്ന സാഹചര്യം, അപ്പൊ പറഞ്ഞ കർത്താവ് ഞാനല്ല, ഞാൻ മരിച്ചു. ഞാൻ മരിച്ചാൽ പിന്നെ എന്ത് ദേഷ്യം? യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പം ഞാനും മരിച്ചു. ഞാൻ മരിച്ചാൽ പിന്നെ എനിക്കൊരു ദേഷ്യമില്ല. ആ മരണം ആ സമയത്ത് വിശ്വസിക്കുക എന്നുള്ളതാണ്. തക്ക സമയത്ത് ഐ ഡൈഡ്. ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ. അതാണ് ഫെയ്ത്ത്. ഈ ഫെയ്ത്ത് ആണ് നമ്മളെ രക്ഷിക്കുന്നത്. അപ്പൊ ഓരോ സമയത്ത് യേശുക്രിസ്തു നമുക്ക് പകരം കാൽവരി ക്രൂശിൽ മരിച്ചു എന്ന് മാത്രമല്ല നമ്മുടെ കൺഫെഷൻ. ബാക്കിയുള്ള നമ്മൾ മറന്നു പോകുന്ന, അവൻ നമുക്ക് പകരം ഇന്ന് ആത്മാവിൽ നമ്മൾ ജീവിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. He is a substitute for me now when I am preaching. അതുകൊണ്ട് കർത്താവ് നിങ്ങളോട് എന്ത് പറയുമായിരുന്നോ എന്ന് എനിക്ക് പകരം, എൻ്റെ വിവരക്കേടിനും ബുദ്ധിക്കുറവിനും എല്ലാം പകരം നിങ്ങളോട് എന്താണ് സംസാരിക്കേണ്ടതെന്ന് എന്നിൽ വസിക്കുന്ന ആത്മാവിനറിയാം. ഞാൻ ഒരു ദിവസം തൃശ്ശൂരിൽ ഒരു മീറ്റിങ്ങിൽ സംസാരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ബ്രദർ സ്റ്റേജിലേക്ക് വന്നൊരു പാട്ട് പാടി. ആ പാട്ട് ഇതായിരുന്നു, പോകല്ലേ കടന്നെന്നെ. ആ പാട്ട് നിങ്ങൾക്ക് അറിയാവുന്നതില്ല, പാസ് മീ നോട്ട് ഓ ജെന്റിൽ സേവിയർ. ഫാനി ജെ ക്രോസ്ബി എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് പാട്ടുകാരി പാടിയതാണ്. ഷി വാസ് ബ്ലൈൻഡ്. അപ്പൊ ആദ്യം ഫാനി ജെ ക്രോസ്ബി എഴുതിയ പാട്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാനിതിങ്ങനെ ആലോചിക്കായിരുന്നു, എന്താണ് ഈ പാട്ടിന്റെ അർത്ഥം? അതിനകത്ത് അടുത്ത ലൈനിൽ പറയുന്ന, മറ്റുള്ളവരെ കാണുമ്പം ദർശിക്കുമ്പം എന്നെ നീ മറന്നു പോകല്ലേ, അങ്ങനെയൊക്കെയാ പാട്ട്. അപ്പൊ ഞാൻ ആലോചിക്കും, ഇതെങ്ങനെ കർത്താവ് അങ്ങനെ നോക്കി അടുത്തുള്ള ഒരാളെ എല്ലാം അനുഗ്രഹിച്ചിട്ട് എന്നെ അങ്ങനെ മറന്നു പോകും, അങ്ങനെ വിട്ടുപോവോ? ഞാൻ ഇതെന്ത് പാട്ടാ ഇത് എന്നൊക്കെ ആലോചിച്ചു. അപ്പോഴാണ് ഈ സ്റ്റേജിൽ നിന്ന് പാടുന്ന സഹോദരൻ അനൗൺസ് ചെയ്യുന്നത്, ഇത് എഴുതിയത് ഫാനി ജെ ക്രോസ്ബിയാണ്. അപ്പൊ എന്റെ ഹൃദയം മാറി. ഇതിനകത്ത് എന്തോ കുട്ടൻസ് ഉണ്ടായിരിക്കും. കാരണം ഫാനി ജെ ക്രോസ്ബി എഴുതിയതിനകത്ത് അങ്ങനെയൊന്നും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ദർ കുഡ് ബി സംതിങ്. കർത്താവ് എന്നെ അങ്ങനെ വിട്ടിട്ട് പോവോ? നിങ്ങൾ പാടുമ്പോൾ ഇങ്ങനെയൊക്കെ ആലോചിക്കാറുണ്ടോ? ഈ പഴയകാലത്തെ പാട്ടുകളുടെ മെഡിറ്റേഷൻ ഭയങ്കര എൻറിച്ചിങ് ആണ്. അപ്പൊ ഈ പലരും പറയാറുണ്ട്, നമുക്ക് ഒരു ബൈബിളും ഒരു പാട്ടും നല്ലൊരു ഹിം ബുക്കും ഒരു നോട്ട് ബുക്കും ഉണ്ടെങ്കിൽ നമുക്ക് ആത്മീക ജീവിതത്തിന് അത്രയും മതി. കാരണം ഈ ഹിം ബുക്ക് നമുക്ക് പഴയ ഹിംസ്, കീർത്തനങ്ങൾ, പഴയ പാട്ടുകൾ നമുക്ക് തരുന്ന ആ ഒരു പ്ലസന്റ് ജോയ്. അപ്പൊ ഞാനിങ്ങനെ സ്റ്റേജിലോട്ട് വന്നു, പ്രസംഗിക്കാൻ വന്നു, ബൈബിൾ എടുത്ത് ഫ്രണ്ടിലേക്ക് വെച്ചു, പുൾപിറ്റിലേക്ക് വെച്ചു. അപ്പൊ ഉടനെ എൻ്റെ ഉള്ളിൽ ഒരു ചോദ്യം കർത്താവിന്റെ ആത്മാവിനോട് ചോദിച്ചു, ഡു യു നോ വാട്ട് യു ആർ ഗോയിങ് ടു സ്പീക്ക്? ഉടനെ എൻ്റെ ഉള്ളിൽ റിപ്ലൈ വന്നു, യെസ്. കാരണം എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട് എന്താ പറയേണ്ടത്. ഇപ്പൊ എനിക്ക് ഇവിടെ വരുമ്പോൾ ഒരു ഐഡിയ ഉണ്ട്, എബ്രായ ലേഖനമാണ് പ്രസംഗിക്കേണ്ടതെന്ന് അറിയാം. അല്ലാതെ വേറെ ഒരു പരിപാടി എനിക്കറിയത്തില്ല. അപ്പൊ ഞാൻ അന്നവിടെ ഒന്ന് എൻ്റെ മനസ്സിൽ പറഞ്ഞു, യെസ് ഐ നോ വാട്ട് ടു സ്പീക്ക്. കാരണം എനിക്ക് കുറച്ചുകൂടെ അറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ചർച്ചയാണ്, ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. അപ്പം ബേസിക് എസെൻഷ്യൽ ഗോസ്പൽ അവിടെ പറയണം ആദ്യം, അതെനിക്കറിയാം. അപ്പൊ ഞാൻ അറിയാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു നിശബ്ദത ഉണ്ടാകുന്നത് എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് എനിക്ക് ആ പാട്ട് മനസ്സിലായത്. എനിക്കറിയാമെങ്കിൽ പിന്നെ കർത്താവിന് എന്നെ പാസ് ചെയ്ത് പോവാം. ഐ ഡോണ്ട് നീഡ് ഹിം, ഐ നോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ ഉള്ളിൽ നിന്നൊരു കരച്ചിൽ വന്ന,
പാസ് മീ നോട്ട് ഓ ജെന്റിൽ സേവിയർ. നീ എന്നെ പുൾപിറ്റിൽ അനാഥനാക്കി വിട്ടാൽ എനിക്കൊന്നും ഇവരോട് പറയാനുണ്ടാവില്ല. എല്ലായിടത്തും ഹി ഈസ് മൈ സബ്സ്റ്റിറ്റ്യൂട്ട്, ദ ന്യൂ പ്രീസ്റ്റ്, ഹൈ പ്രീസ്റ്റ് ഹു ക്യാൻ സിമ്പതൈസ് വിത്ത് മീ. എന്നോട് കരുണ കാണിക്കാൻ പറ്റുന്ന, എൻ്റെ ബലഹീനതകൾ അറിയുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂട്ട്. ഈ കർത്താവ് നമ്മിൽ വസിക്കുകയാണ്. ആ കർത്താവ് നമ്മിൽ വസിക്കുന്ന ആ ഒരു അനുഭവമാണ്. അപ്പോൾ ഈ പകരക്കാരൻ, മൈ സബ്സ്റ്റിറ്റ്യൂട്ട്, നിങ്ങളോട് സംസാരിക്കുമ്പോഴും ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ചേസ് എന്ന് പറയുന്ന ആൾക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. സി, ദാറ്റ്സ് വെയർ വി ഫൈൻഡ് ക്രൈസ്റ്റ് എവരിവെയർ. അവനോടുകൂടെ മരിച്ച് അവന്റെ പുനരുത്ഥാനത്തിന്റെ പങ്കാളിത്തം നമ്മൾ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇറ്റ്സ് നോ ലോങ്ങർ ഐ ഹു ലിവ്സ് ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ. യേശുക്രിസ്തുവിന്റെ കൂടെ നമ്മൾ മരിച്ചു എന്ന് ബൈബിളിൽ ഒത്തിരി സ്ഥലത്ത് പറയുന്നുണ്ട്, ഒത്തിരി സ്ഥലത്ത് പറയുന്നു. റോമാലേഖനം 6:6 പറയുന്നു അവനോടുകൂടെ നാം ക്രൂശിക്കപ്പെട്ടു. 2 കൊരിന്ത്യലേഖനം 5:14 പറയുന്നു ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചപ്പോൾ എല്ലാവരും മരിച്ചു. കൊളോസ്യർ 2:20 പറയുന്നു നാം ലോകത്തിന്റെ ആദ്യപാഠങ്ങൾ സംബന്ധിച്ച് ക്രിസ്തുവിൽ മരിച്ചു. ഇപ്പൊ നമ്മൾ വായിച്ച റോമാലേഖനം 7:4 പറയുന്നു ന്യായപ്രമാണ സംബന്ധമായി നമ്മൾ അവനിൽ മരിച്ചു. അതുപോലെ കൊളോസ്യർ 3:2 പറയുന്നു നാം മരിച്ചു, നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുന്നു. വേദപുസ്തകത്തിൽ ഉടനീളം പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ക്രിസ്തുവിന്റെ കൂടെ, ഇൻ ക്രൈസ്റ്റ് വി ഡൈഡ്. ഇതൊരു കൺഫെഷനാണ്. റോമർ 6:11 എന്താ പറയുന്നറിയോ? അപ്രകാരം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുവിൽ ദൈവസ്ഥനായി ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. കൗണ്ട് യുവർസെൽഫ് ആസ് ഡെഡ് ടു ദ വേൾഡ്, ടു സിൻ ആൻഡ് അലൈവ് ടു ക്രൈസ്റ്റ്. അപ്പൊ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ അവന്റെ കൂടെ നമ്മളും മരിച്ചു. ദാറ്റ്സ് മൈ കൺഫെഷൻ. ഹൗ മെനി ഓഫ് യു ഡൈഡ്? യേശുക്രിസ്തുവിനോട് കാൽവരി ക്രൂശിൽ മരിച്ച എത്ര പേരുണ്ട് ഇവിടെ? ഈ മരിച്ചു എന്ന് പറയാൻ എളുപ്പം. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ മരണം, യേശുക്രിസ്തുവിനോടുള്ള മരണം സംഭവിച്ചാൽ അത് നമ്മൾ ടെസ്റ്റ് ചെയ്യപ്പെടും, പരീക്ഷിക്കപ്പെടും, മരിച്ചോ ഇല്ലയോ എന്ന്. യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചെന്ന് എങ്ങനെയാ പട്ടാളക്കാർക്ക് മനസ്സിലായത്? അവർ കുന്തം കൊണ്ട് കുത്തി നോക്കിയപ്പോഴാണ് മനസ്സിലായത്, അല്ലേ? അപ്പൊ നമ്മളും കർത്താവിന്റെ കൂടെ മരിച്ചു, ആ പഴയ ജഡം പെട്ടോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ആരെങ്കിലും ഒക്കെ കുന്തം കൊണ്ട് കുത്തി നോക്കിയാൽ പോരെ? നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും കുത്തി നോക്കിയാലും മതി, നിങ്ങളുടെ സഭയിലുള്ള ആരെങ്കിലും കുത്തി നോക്കിയാലും മതി. അപ്പൊ ആരുടെ എന്നെ കുത്തുന്നു വെച്ചാൽ നിങ്ങൾ മരിച്ചിട്ടില്ല. എന്നെ അവൻ കുത്തുവാന്ന് കംപ്ലൈന്റ് ചെയ്താലും മരിച്ചിട്ടില്ല. മരിച്ചവൻ ഒരു കംപ്ലൈന്റും ഇല്ല, ഒരു ആഗ്രഹവും ഇല്ല, അവനെ പുകഴ്ത്തി പറഞ്ഞില്ല എന്ന് വിഷമമില്ല, അവൻ മരിച്ചപ്പം തോക്കുകൊണ്ട് വെടിവെച്ചില്ല എന്നുള്ള പ്രശ്നമില്ല, ആചാരവെടി പൊട്ടിച്ചില്ല, ഒന്നും അവന് പ്രശ്നമല്ല. ഹൈഡായി. അപ്പൊ അവന്റെ കൂടെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ. സ്നാനപ്പെടുമ്പോൾ നമ്മളതാ പറയുന്നത്, ഒരു പങ്ക്, നിന്റെ മരണത്തിന്റെ പങ്കാളിത്തം, ഷെയർ ഓഫ് ഹിസ് ഡെത്ത്. അപ്പൊ വിശ്വാസത്തിന്റെ ഏറ്റവും ബേസിക് കാതലായിട്ടുള്ള കാര്യമാണ് ഐ ഡൈഡ് വിത്ത് ഹിം എന്നുള്ളത്. ആൻഡ് ദാറ്റ്സ് എ ഗ്ലോറിയസ് ട്രൂത്ത്. അവിടെ എനിക്കൊരു പകരക്കാരനെ കിട്ടുകയാണ്. ഇറ്റ്സ് നോ ലോങ്ങർ ഐ ഡൈഡ് വിത്ത് ഹിം. അങ്ങനെ അവന്റെ കൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവന്റെ പുനരുത്ഥാനത്തിന്റെ സദൃശത്തോട് നിങ്ങൾ അനുഭവപ്പെട്ടിരിക്കും. ഒന്നാമത്തെ ആണയിൽ നിങ്ങൾ പാർട്ടിസിപ്പന്റ് ആണെങ്കിൽ രണ്ടാമത്തെ ആണയിൽ നിങ്ങൾ പാർട്ടിസിപ്പന്റ് ആണ്. ഇഫ് ദ ഫസ്റ്റ് തിങ് ഡസ് നോട്ട് ഹാപ്പൻ, ദ സെക്കൻഡ് തിങ് ഡസ് നോട്ട് ഹാപ്പൻ. അപ്പോൾ ജീവനാൽ വരുന്ന ന്യായപ്രമാണം, ജീവനാൽ വരുന്ന ന്യായപ്രമാണത്തിന്റെ ആ ജീവന്റെ പ്രമാണത്താലുള്ള വീണ്ടെടുപ്പ്, അതൊരു പകരക്കാരനിലൂടെയുള്ള, ക്രിസ്തു എന്ന പകരക്കാരനിലൂടെയുള്ള വീണ്ടെടുപ്പാണ്. ഹി ഈസ് മൈ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ എവറിത്തിങ് ഐ ഡു. ഓക്കെ, പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പ്രസംഗം കേൾക്കുമ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ മരിച്ചു എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഒരു സീക്രട്ട് ഞാൻ നിങ്ങളോട് പറയാം, ക്രൂശില്ലാതെ മരിക്കാൻ പറ്റില്ല. നിങ്ങൾ പ്രസംഗം കേട്ട് മരിച്ച്, അല്ലെ പ്രസംഗം കേട്ട് ഞാൻ അത്ര നിങ്ങളെ ബോറടിപ്പിച്ചിട്ട് നിങ്ങൾ ആഹാരം കഴിക്കാൻ പോലും എഴുന്നേൽപ്പിക്കാതെ അവിടെ ഇരുത്തി നിങ്ങളെ പ്രസംഗിച്ച് കൊല്ലണം. അതല്ലാതെ ഈ പ്രസംഗത്തിന് നടുവിൽ ഇരുന്ന് ഞാൻ മരിച്ചു കർത്താവിന്റെ കൂടെ എന്ന് പറയുന്നത് വെറും ശുഷ്കമാണ്, ഒരു പ്രയോജനം അതുകൊണ്ടില്ല. പിന്നെ എങ്ങനെ മരിക്കാൻ പറ്റും? മരിക്കാൻ ക്രൂശ് വേണം. നിങ്ങളുടെ ജീവിതത്തിൽ ക്രൂശ് ഉണ്ടോ എന്ന് നോക്കി, അതിന് മുമ്പിലേ മരിക്കാൻ പറ്റുള്ളൂ. ആ ക്രൂശിലെ മരിക്കാൻ പറ്റും, ഒരിടത്തും മരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഓരോ ദിവസവും ക്രൂശ് എടുത്തുകൊണ്ട് വരാൻ പറയുന്നത്. വി ഹാവ് ക്രോസസ് എവറി ഡേ, സ്മോൾ ഓർ ബിഗർ.
പക്ഷെ അവിടെ നമ്മൾ മരണം കൺഫ്യൂസ് ചെയ്യാന്നുള്ള ഐ ഡൈഡ്. അവിടെയാണ് നമ്മൾ കൃപയുടെ പവർ മനസ്സിലാക്കുന്നത്. ക്രൈസ്റ്റ് ലിവിങ് ഇൻ മീ. നിങ്ങളുടെ വീട്ടിലൊരു പ്രൊവോക്കേഷനകത്ത് പെട്ടുപോയി, ഒരു പ്രകോപനത്തിൽ പെട്ടുപോയി, മക്കളുടെ മുമ്പിൽ, ഭാര്യയുടെ മുമ്പിൽ, ഭർത്താവിന്റെ മുമ്പിൽ പ്രൊവോക്കേഷനിൽ പെട്ടുപോയി, എന്തെങ്കിലും രണ്ടു വാക്ക് പറഞ്ഞേ പറ്റൂ, അവിടെ ഡൈ. അതാണ് ക്രൂശ്. യു ഹാവ് ഐഡന്റിഫൈഡ് യുവർ ക്രോസ് വേർ യു ആർ ഗോയിങ് ടു ഡൈ. ഒരു പ്രാവശ്യം മരിച്ചു കഴിഞ്ഞാണല്ലോ ഭയങ്കര രസമാണ്. ആ മരണം നമ്മൾ എൻജോയ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഒരു ഭയങ്കര സ്വീറ്റാണത്. ഞങ്ങളുടെ കൂട്ടായ്മയിലൊരു സഹോദരൻ എന്നോട് പറഞ്ഞു, എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അദ്ദേഹം പറഞ്ഞ്, ഈ ക്രിസ്തുവിൻ്റെ കൂടെയുള്ള മരണം എന്ന് പറഞ്ഞാൽ നമുക്ക് കുഴിനകമൊക്കെ ഉണ്ടാകുമ്പോൾ അതിന്റെ ചുറ്റും പ്രസ് ചെയ്യുമ്പോൾ ഒരു സുഖകരമായ ഒരു പെയിൻ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു സുഖമാണ് എന്ന് പറഞ്ഞാൽ there is pain but there is a comfort, there is a joy. ഓക്കെ, അപ്പോൾ ഈ പുതിയ പ്രമാണത്തിൽ നമ്മൾ ആകുമ്പോൾ we need to bear fruit to the Lord. കർത്താവിന് ഫലം കൊടുക്കണമെന്ന്. ഈ കർത്താവിന് കൊടുക്കുന്ന ഫലം എന്ന് പറയുന്നത് സീസൺ അനുസരിച്ച് മാറുന്ന ഫലമല്ല. ഒരു ദിവസം കർത്താവ് യെരുശലേമിലേക്ക് പോയപ്പോൾ അവന് വിശന്നു. ഓർമ്മയുണ്ടോ കഥ? വിശന്നപ്പോൾ എന്തുണ്ടായിരുന്നു? വഴിയരികിൽ ഒരു അത്തിമരം നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ കർത്താവ് അത്തിമരത്തിന്റെ അടുത്ത് പോയി ചെന്നിട്ട് പറഞ്ഞു, അത്തിമരം എനിക്ക് വല്ലാതെ വിശക്കുന്നു, നീ കുറച്ച് പഴം തരാൻ പറ്റുമോ? അപ്പൊ അത്തിമരം പറഞ്ഞു, രക്ഷയില്ല കർത്താവ്, സീസൺ അല്ല, അതുകൊണ്ട് ഇപ്പൊ പഴം തരാൻ പറ്റത്തില്ല. അപ്പൊ കർത്താവ് ക്രൂരമായിട്ട് ആ അത്തിമരത്തെ ശപിച്ചിട്ട് പറഞ്ഞു, ഇനി മേലാൽ നീ ആർക്കും ഫലം കൊടുക്കാതെ പോകട്ടെ. അപ്പൊ തിരിച്ചു വന്നപ്പോഴേക്ക് കത്തിപ്പോയിരുന്നു, ദ്രവിച്ചു പോയിരുന്നു, ഉണങ്ങിപ്പോയി, ശുഷ്കിച്ചു പോയിരുന്നു. ചെറുപ്പകാലത്ത് ഞാനിത് വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പെയിൻ തോന്നുമായിരുന്നു. എന്തിനാ കർത്താവ് ആ പാവം? ഇപ്പൊ നമുക്ക് ഏത് പ്ലാവിൽ നോക്കിയാലും 1-2 ചക്കകൾ കാണും. പക്ഷെ ഡിസംബർ മാസത്തിൽ പോയി പ്ലാവിൽ നോക്കിയിട്ട് ചക്ക ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും പ്ലാവിനെ വെട്ടിക്കളയോ? പിന്നെ ഞാൻ വളരെ വർഷങ്ങൾ കഴിഞ്ഞാണ് മനസ്സിലാക്കിയത്, കർത്താവിന്റെ പദ്ധതി എപ്പോഴും അങ്ങനെയാണ്. അവൻ ഒരിക്കലും സീസണിൽ ഒന്ന് പഴം ചോദിക്കില്ല. ഇപ്പൊ ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്തിയാണ് നിന്റെ ഫലം ചോദിക്കില്ല. അപ്പൊ ഭയങ്കര ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുവാണല്ലോ. ഇത്തിരി കഴിഞ്ഞ് എന്നെ ഇഷ്ടമില്ലാത്ത ഒരാൾ, എന്നെ കുറിച്ച് ഗോസിപ്പ് പറയുന്ന ഒരാളെ ഞാൻ വഴിയിൽ വെച്ച് കാണും. അപ്പൊ എന്റെ മുഖം ഇരുളുന്നു, അവനെ മാറി നടക്കുന്നു. അപ്പൊ കർത്താവ് ചോദിക്കും, എന്തിയാണ് നിന്റെ ഫലം? അപ്പൊ പറയും, ഇപ്പൊ സീസൺ അല്ല, അവൻ പോട്ടെ, ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം എന്റെ ഫലം. കർത്താവ് പറയും, സീസണിൽ മാത്രം ഫലം കായ്ക്കുന്ന ഫലം ദൈവത്തിന്റെ അല്ല, അത് പ്രാണനിൽ നിന്ന് വരുന്നതാണ്, അത് ദൈവിക ദാനമല്ല. എങ്ങനെയുണ്ട്? അപ്പൊ നമ്മളെ എപ്പോഴും പരീക്ഷിക്കുന്നത് അൺസീസൺ ഇട്ടുകൊണ്ടാണ് നമ്മൾ ആലോചിക്കുന്നത്. അല്ലാതെ നമ്മളെ പരീക്ഷിക്കാൻ പറ്റില്ല. നമ്മൾ മഹാമിടുക്കന്മാരും അഭിനേതാക്കളുമാണ്. അൺസീസൺ വരുമ്പോഴാണ് നമ്മുടെ ഒറിജിനൽ സാധനം വെളിയിൽ വരുന്നത്. ദ റിയൽ ഞാൻ, അൺകൺവേർട്ടഡ്, നോട്ട് ഫിയറിംഗ് ദ ലോർഡ്. ഓക്കെ, നമ്മൾ എബ്രായ ലേഖനത്തിലേക്ക് മടങ്ങി വരികയാണ്. ഓക്കെ, മുമ്പിലത്തെ കൽപ്പനയ്ക്ക് ബലഹീനതയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മൾ റോമാലേഖനത്തിലേക്ക് പോയത്. മുമ്പിലത്തെ കൽപ്പനയ്ക്ക് അതിന്റെ ബലഹീനതയും നിഷ്പ്രയോജനവും നിമിത്തം. നിങ്ങൾക്ക് ബലഹീനത എന്താന്ന്? അത് ദൈവം കൊടുത്തൊരു പ്രമാണത്തിന്റെ ബലഹീനതയല്ല, അത് അനുസരിക്കുന്ന നമ്മുടെ ബലഹീനതയാണ്. ബലഹീനതയും നിഷ്പ്രയോജന നിമിത്തം ചില ആളുകൾ വിശ്വസിക്കുന്ന ഈ ന്യായപ്രമാണം ബലമുള്ളത് ആ ദൈവത്തിന്റെയാണ്, നമ്മൾക്കാണ് ബലമില്ലാത്തത്. ഇപ്പൊ പുതിയ നിയമം എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ആ ന്യായപ്രമാണം അനുസരിക്കാനുള്ള ബലം കർത്താവ് ഇങ്ങനെ തരുവാന്ന്. അങ്ങനെയല്ല. ന്യായപ്രമാണത്തെ തന്നെ നീക്കി അതിന്റെ പൊരുളായതിനെ വിശ്വാസത്താൽ വെളിപ്പെടുത്തുവാണ് കർത്താവ് പുതിയ നിയമത്തിൽ ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് മഹാപുരോഹിതൻ ആണയോട് കൂടി വരാത്ത സാധാരണ പുരോഹിതന്മാർ, മനുഷ്യർ എഴുന്നേൽക്കുന്ന മരിച്ചു പോകുന്ന പുരോഹിതന്മാർ മാറി അവസാനമില്ലാത്ത ഒരു പൗരോഹിത്യം സ്ഥാപിക്കപ്പെട്ടു. അതുപോലെ തന്നെ മരണത്തിന് ഇപ്പുറത്തുള്ള പ്രമാണങ്ങളെല്ലാം മാറി മരണത്തിനപ്പുറത്തുള്ള നിത്യതയിലേക്കുള്ള ഒരു ജീവന്റെ പ്രമാണം ഈ നിത്യനായ പുരോഹിതനിലൂടെ വെളിപ്പെട്ടു എന്നാണ്. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് വി ആർ എക്വിപ്ഡ് ടു ഒബേ ദ ഓൾഡ് കവനന്റ്. അല്ല, പുതിയൊരു കവനന്റ് വിശ്വാസത്താൽ വരികയും അത് പൂർത്തിയാക്കാൻ ക്രിസ്തു നമ്മിൽ വസിക്കുകയുമാണ് പുതിയ നിയമം എന്ന് പറയുന്നത്. ദാറ്റ്സ് ആൻ എൻറ്റയർലി ഡിഫറെന്റ് സിസ്റ്റം. ഒരു പുതിയ വ്യവസ്ഥയാണത്. ഓക്കെ, മുമ്പിലത്തെ കൽപ്പനയ്ക്ക് അതിന്റെ ബലഹീനതയും നിഷ്പ്രയോജനവും നിമിത്തം നീക്കവും, എന്നിട്ട് ഹൈഫനകത്ത് ഇട്ടിരിക്കുകയാണ്,
ന്യായപ്രമാണത്താൽ ഒന്നും പൂർത്തി പ്രാപിച്ചിട്ടില്ലല്ലോ, നാം ദൈവത്തോട് അടുക്കുന്നതിനുള്ള ഏറെ നല്ല പ്രത്യാശയ്ക്ക് സ്ഥാപനവും വന്നിരിക്കുന്നു. അപ്പൊ ഒന്നിന് നീക്കവും വേറൊന്നിന് സ്ഥാപനവും വന്നിരിക്കുന്നു. എന്തിനാ നീക്കം വന്നിരിക്കുന്നത്? മുമ്പിലത്തെ കൽപ്പനയ്ക്ക്. അപ്പൊ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്ന എന്തിനെ കുറിച്ചാണ്? പൗരോഹിത്യത്തിന് നീക്കം വരുന്നതിനെ കുറിച്ചാണ്. ഇപ്പൊ പറയുന്ന കൽപ്പനയ്ക്കും നീക്കം വന്നു എന്നാണ്. അതായത് മുമ്പിലത്തെ കൽപ്പനയ്ക്ക് അതിന്റെ ബലഹീനത നിഷ്പ്രയോജന നിമിത്തം നീക്കവും, നാം ദൈവത്തോട് അടുക്കുന്നതിനുള്ള ഏറെ നല്ല പ്രത്യാശയ്ക്ക് സ്ഥാപനവും വന്നിരിക്കുന്നു. ഒന്നിന് നീക്കവും മറ്റൊന്നിന്റെ സ്ഥാപനവും. അതിന് കാരണം എന്താ? ന്യായപ്രമാണത്താൽ ഒന്നും പൂർത്തി പ്രാപിച്ചിട്ടില്ലല്ലോ. അതിന്റെ കാരണം എന്താ? 20-ാം വാക്യം പറയാണ്, അവർ ആണ കൂടാതെ പുരോഹിതന്മാരായി തീർന്നു. ഇപ്പൊ സെക്കരിയാവ് പുരോഹിതനായി. ഒരാണയും ഇല്ല സെക്കരിയാവിന്റെ പേരില്. ദൈവത്തിന്റെ ഒരു ആണയും ഇല്ല. നിന്നെ ഞാൻ എന്നേക്കും പുരോഹിതനാക്കി വെച്ചിരിക്കുന്നോ, നിന്റെ പൗരോഹിത്യം അങ്ങനെ യാതൊരു ആണയും ഇല്ല. അപ്പൊ അന്നത്തെ പുരോഹിതന്മാരെല്ലാം യാതൊരു ആണ എന്നുള്ള വാക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ആണ, ഓത്ത്, സോൺ ഓത്ത്, അങ്ങനെ ഒരു ആണയും ഇല്ലാതെ ആണ് ഇവരെല്ലാം പുരോഹിതന്മാരായത്. അപ്പൊ ഓരോരോ പുരോഹിതന്മാരുടെ മേലും പ്രത്യേകമായ ആണയൊന്നും ഇല്ല. അതെല്ലാം താൽക്കാലികമാണ്, നീങ്ങിപ്പോകുന്നതാണെന്ന് യെരമ്യാവിന്റെ പ്രവചന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പല പ്രവചനങ്ങളിലും അത് നമുക്ക് കാണാൻ കഴിയും. അവർ ആണ കൂടാതെ പുരോഹിതന്മാരായി തീർന്നു. ഇൻ ആസ് മച്ച് ആസ് നോട്ട് വിത്തൗട്ട് ആൻ ഓത്ത് ഹി വാസ് മെയ്ഡ് പ്രീസ്റ്റ്. ഇവനോ നീ എന്നേക്കും പുരോഹിതൻ എന്ന് കർത്താവ് സത്യം ചെയ്തു, അനുതപിക്കുകയുമില്ല എന്ന് തന്നോട് അരുളി ചെയ്തവൻ ഇട്ട ആണയോടുകൂടെ തന്നെ. അപ്പം നീ എന്നേക്കും ഒരു പുരോഹിതനാണ്, അനുതപിക്കില്ല എന്ന് പറഞ്ഞാൽ ഇവനെ പുരോഹിതനാക്കണ്ടായിരുന്നു എന്ന് അനുതപിക്കാനെന്നല്ല അതിന്റെ അർത്ഥം. ഈ ദൈവം അനുതപിക്കുക എന്ന് പറഞ്ഞാൽ, ഈ അനുതപിക്കില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവത്തിന് ഒരു ചിന്തയും റീകൺസിഡർ ചെയ്യേണ്ടി വരില്ല എന്ന്. അല്ലാതെ അതിനെക്കുറിച്ച് കരഞ്ഞു അങ്ങനെയൊന്നുമല്ല. അതായത് യേശുക്രിസ്തുവിനെ പുരോഹിതനായി നിയമിച്ചു, അനുദപിക്കില്ല എന്ന് പറഞ്ഞാൽ അതിന് മാറ്റം വരില്ല എന്നതിന്റെ അർത്ഥം. ദാറ്റ് മീൻസ് there will not be any reversal. That's an eternal priesthood. അതൊരു ആണയാണ്. നീ എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് കർത്താവ് സത്യം ചെയ്തു, അനുദപിക്കുകയുമില്ല എന്ന് തന്നോട് അരുളി ചെയ്തവൻ ഇട്ട ആണയോട് കൂടിയാണ് ക്രിസ്തു പുരോഹിതനായത്. ആണ കൂടാതെ അല്ല എന്നതിനൊത്തവണ്ണം വിശേഷമേറിയ നിയമത്തിന് യേശു ഉത്തരവാദിയായി തീർന്നിരിക്കുന്നു. അപ്പോൾ എന്തിനാ യേശു ഉത്തരവാദിയായത്? മോശ എന്തിനാ ഉത്തരവാദിയായത്? ന്യായപ്രമാണത്തിന് അല്ലെ? യേശു എന്തിനാ ഉത്തരവാദിയായത്? വിശേഷമേറിയ ഒരു നിയമത്തിന്. സ്നേഹത്താൽ പൂർത്തീകരിക്കപ്പെടുന്ന, വിശുദ്ധീകരണത്താൽ പെർഫെക്റ്റ് ചെയ്യപ്പെടുന്ന ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിന്റെ, ദൈവിക ദാനങ്ങളുടെ ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടായ്മയിൽ നമ്മളെ പങ്കാളികളാക്കുന്ന, യേശു ക്രിസ്തുവിന്റെ സർവ്വസമ്പൂർണതയെ നമ്മളിൽ ഇറങ്ങി വസിക്കുവാൻ ഇടയാക്കുന്ന അത്ര ശ്രേഷ്ഠമായ ഒരു നിയമത്തിന് യേശു ക്രിസ്തു ഉത്തരവാദിയായി തീർന്നിരിക്കുന്നു. ബിക്കോസ് ഓഫ് ദാറ്റ് ഓത്ത്. അപ്പൊ നമ്മൾ നിഴലിലേക്കല്ല പൊരുളിലേക്കാണ് വരുന്നത്. ക്രിസ്തു എന്ന പൊരുളിലേക്കാണ് നമ്മൾ വരുന്നത്. ഓക്കെ, നിഴല് വേണ്ടേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആ നിഴല്, നിങ്ങൾ ആലോചിക്കുക, എബ്രായ ലേഖനം നിങ്ങൾ വായിച്ചിട്ട് 11-ാം അധ്യായം നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. 10ഉം 11ഉം നാളെ ഡിസ്കസ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. 12ഉം 13ഉം അവസാന ദിവസത്തേക്ക് വെക്കുകയാണ്. അപ്പൊ 9-ാം അധ്യായം നമ്മുടെ മുമ്പിൽ 8-9 അധ്യായങ്ങൾ കിടപ്പുണ്ട്. വി വിൽ ഗോ എ ലിറ്റിൽ മോർ ഫാസ്റ്റ്. ഓക്കെ ഓക്കെ ഇന്ന് നോക്കിക്കോ. ഇവൻ എന്നേക്കും 23-ാം വാക്യം പറയണം, മരണം നിമിത്തം അവർക്ക് നിലനിൽപ്പാൻ മുടക്കം വരിക കൊണ്ട് പുരോഹിതന്മാരായി തീർന്നവർ അനേകരാകുന്നു. അപ്പൊ ചത്തുപോകുമല്ലോ പുരോഹിതന്മാര്. അതുകൊണ്ട് ഒരാൾ പുരോഹിതനായ പറ്റില്ല. കാരണം എന്താ? ഒത്തിരി പുരോഹിതന്മാർ വരണം. ഈ മരണം ഉണ്ടാകുന്നുണ്ടാ? മരണം ഉള്ളതുകൊണ്ടാ. ഒരു പുരോഹിതനെ നിയമിച്ചാൽ മരിച്ചു പോവാ. അപ്പൊ അടുത്തയാളെ നിയമിക്കേണ്ടി വരും. അതുകൊണ്ട് ഒരാളല്ല പുരോഹിതന്മാരെ, ഒത്തിരി പേരാ നമ്മുടെ ഉത്തരവാദികളായിട്ടിരിക്കുന്നത്. ഒത്തിരി പുരോഹിതൻ, അനേകം പുരോഹിതന്മാര് വേണ്ടി വരികയാണ്. ഓക്കെ, ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യമാവുന്നു പ്രാപിച്ചു. അപ്പൊ സാധാരണ ഇസ്രായേൽ മക്കളുടെ പൗരോഹിത്യം എന്ന് പറയുന്നത് മാറിപ്പോകുന്ന, അയാൾ മരിക്കുമ്പോൾ മാറും, അടുത്ത ആൾ വരും. പക്ഷെ യേശുക്രിസ്തുവിന് അങ്ങനെയല്ല, മൽക്കിസദേക്കിനും അങ്ങനെയല്ല. ആ ജീവാരംഭവും ജീവാവസാനവും ഇല്ല. അപ്പൊ അവന്റെ പൗരോഹിത്യം ഒരിക്കലും മാറില്ല. വേറൊരാളാകേണ്ട കാര്യമില്ല. ഇറ്റേണൽ ആണ്. ഒറ്റ ആളേ ഉള്ളൂ, ഒറ്റ പൗരോഹിത്യം ഉള്ളൂ. ദാറ്റ്സ് ഇറ്റേണൽ. 25-ാം വാക്യം, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ പ്രാപ്തനാകുന്നു. കണ്ടോ, എത്ര മനോഹരമായ വാക്യം. നമ്മുടെ രക്ഷയുടെ ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത് എന്താ അറിയോ? നമ്മുടെ പുരോഹിതൻ സദാ ജീവിക്കുന്നവനായതുകൊണ്ട് പക്ഷപാതം നിർത്തുന്നില്ല. ചെയ്സിന് വേണ്ടി പിതാവിന്റെ പക്കൽ അവൻ അപേക്ഷിക്കുന്ന നിർത്തുന്നില്ല. അവൻ മാറ്റി വേറൊരാളെ ഏൽപ്പിക്കുന്നില്ല. അവൻ മരിക്കുന്നില്ല. അവൻ മരിച്ചിട്ട് വേറൊരാളെ ശുശ്രൂഷ ഏൽപ്പിക്കുന്നില്ല. എന്റെ ആകെയുള്ള കോൺഫിഡൻസ്, എന്റെ പ്രിയ സഹോദരങ്ങളെ, സ്വർഗത്തിൽ പോകുന്നുള്ള കോൺഫിഡൻസ്, ആ മഹാപുരോഹിതൻ അവിടെ കരയുന്നതാണ്. മൈ സബ്സ്റ്റിറ്റ്യൂട്ട്.
അവൻ ഒരിക്കലും എന്നെ ഉപേക്ഷിക്കുന്നില്ല. അതാണ് എന്റെ പ്രോമിസ്. അപ്പോൾ ഇവിടുത്തെ വാഗ്ദത്തം എന്താണ്? ആണ എന്താണ്? ആ മഹാപുരോഹിതൻ നമുക്കൊരു ആണയിലാണ് നമുക്ക് രക്ഷ തന്നിരിക്കുന്നത്. അപ്പൊ അത് ഉറയ്ക്കണം. നമ്മൾ ആ പിന്മാറ്റത്തെ കുറിച്ച് നമ്മൾ 10-ാം അധ്യായത്തിൽ കാണും. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ് സൈഡ്. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച് ഈ ആണ എന്താ പറയുന്നത്? നിങ്ങൾ അന്ത്യം വരെ നിങ്ങളെ കൈവിടാതെ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന ഒരു പുത്രനായ മഹാപുരോഹിതൻ, ജീവിക്കുന്ന മഹാപുരോഹിതൻ നിങ്ങൾക്കുണ്ട്. ഓക്കെ. അപ്പോൾ ഈ പക്ഷപാതം, അപ്പൊ നിങ്ങളെ ആലോചിക്കുക, ഇപ്പോഴും എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന കർത്താവ്. എനിക്ക് എന്റെ ഹൃദയം കാണുമ്പോൾ എനിക്ക് തന്നെ പേടിയായിട്ടുണ്ട് പല പ്രാവശ്യം. പക്ഷെ ദൈവം നമ്മളെ ക്ലീൻ ചെയ്യുന്നതും ശുദ്ധീകരിക്കുന്നതും ആ കൃപയുടെ അകത്ത് നമ്മൾ ഇരിക്കുന്നതും ഓരോ ദിവസവും അവന്റെ പവിത്രമായ ആ ജീവനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതും വിശ്വാസത്തിൽ പ്രവേശിക്കുന്നതും ഒക്കെ മനോഹരമായ അനുഭവങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ ആ ദൈവത്തിന്റെ ആണ, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആ ആണ നിങ്ങൾ മറന്നുപോരുത്. പ്രത്യാശയിലേക്ക് നമ്മളെ നടത്തുന്ന മഹാപുരോഹിതനായ തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് ചെല്ലുന്ന ഒരു ആണ നമുക്കുണ്ട്. എത്ര പേർക്ക് ഉറപ്പുണ്ട് കർത്താവ് വന്ന് പോകുന്നത്? ബിക്കോസ് ഓഫ് ദറ്റ് ആണ എന്ന് നമുക്ക് പ്രത്യാശയുടെ പാട്ട് സന്തോഷമായിട്ട് പാടാം ഇത് കഴിയുമ്പോൾ. ഓക്കെ, കാരണം പോകുമെന്ന് ഉറപ്പുണ്ടെങ്കിലേ പാടാൻ പറ്റുള്ളൂ. ഇഫ് യു ആർ ലുക്കിംഗ് ഇൻ ടു ദ പ്രോമിസസ് ഓഫ് ഗോഡ്, പ്രോമിസസ് ത്രൂ ക്രൈസ്റ്റ് ദ സൺ, അവന്റെ വാഗ്ദത്തങ്ങൾ, അവന്റെ മഹാപൗരോഹിത്യം, ദാറ്റ് ഗീവ്സ് മീ ഹോപ്പ്. അവൻ എന്നെ നന്നാക്കി ദൈവത്തിന്റെ സന്നിധി നിർത്തും. അത് വിശ്വസിക്കുന്നവരുടെ ഹോപ്പാ. വിശ്വാസത്തിലാണോ നിങ്ങൾ പരിശോധിച്ചോണം. ആ വിശ്വാസം ജെനുവിൻ ആണോ എന്നുള്ളത് നിങ്ങൾ ഓരോ സമയത്തും പരിശോധിക്കണം. വി നീഡ് ടു എക്സാമിൻ വെദർ വി ആർ ഇൻ ഫെയ്ത്ത്. ഓക്കെ, ഫെയ്ത്ത് ജെനുവിൻ ആണോ എന്നുള്ളതും പരിശോധിക്കപ്പെടേണ്ട കാര്യം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവൻ പ്രാപ്തനാകുന്നു. ഓക്കെ, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്. അതാണ്. അപ്പൊ ശരിക്കും ആ കർത്താവിന്റെ മഹാപുരോഹിതത്തെ കുറിച്ചുണ്ട്. ഇങ്ങനെയുള്ള ഒരു മഹാപുരോഹിതൻ നമുക്കുണ്ടെങ്കിൽ, നമ്മുടെ ഇവിടുത്തെ യാക്കോബയിലെ ഓർത്തഡോക്സ്, ഞാൻ അവിടെ ആയിരുന്നപ്പോൾ അവിടെ ഒത്തിരി അച്ഛന്മാർ കുർബാന ഇരുന്നുണ്ടായിരുന്നു. ഇതൊക്കെ എഫക്റ്റീവ് ആയോ എന്ന് ആർക്കറിയും? അവർക്ക് തന്നെ അറിയത്തില്ല. ഇത് 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് കൂടുതൽ വിശദമായിട്ട് അവരുടെ ആവർത്തിക്കപ്പെടുന്ന യാഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. സത്യം പറഞ്ഞ ഈ ഒരു തോട്ട് നമ്മുടെ ഉള്ളിലേക്ക് വന്ന ഈ ബാക്കി വാക്യങ്ങളൊക്കെ മനസ്സിലാവും. ഈ ഓർത്തഡോക്സ് ചർച്ചിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് വന്ന ഒരു ഒടുക്കത്തെ ഒപ്രൂഷ്മ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അവർ കണ്ണുകൊണ്ട് ചെയ്ത പാപം, മൂക്കുകൊണ്ട് ചെയ്ത പാപം, വായ കൊണ്ട് പാപം ചെയ്ത് എല്ലാം അടയ്ക്കും, എല്ലാം ഒഴിവാക്കും. എന്നിട്ട് അച്ഛൻ അപ്പം കൊടുക്കും. അപ്പം കൊടുത്തിട്ട് അച്ഛൻ പോകുന്ന വഴി ഉടനെ പുള്ളി മരിക്കുകയില്ല. ഒരു 10 മിനിറ്റോടെ ജീവിച്ചിരിക്കുന്ന വെച്ചോ. മനുഷ്യനായതുകൊണ്ട് 10 മിനിറ്റും പുള്ളി ഉള്ളിൽ കുശുമ്പ് കാണുമായിരിക്കും. അപ്പം ആ 10 മിനിറ്റുള്ള പാപം സെറ്റിൽഡ് ആയിട്ടില്ല, ബാക്കിയെല്ലാം തീരണമല്ലോ. 10 മിനിറ്റത്തെ പാപമായിട്ടാണ് പുള്ളി മരിച്ചേക്കുന്നത്. 9-ാം ദിവസം അച്ഛൻ വരും അടുത്ത കുർബാന. എന്തിനാ? അപ്പൊ ഈ 10 മിനിറ്റിന്റെ കവർ ആവേണ്ടതല്ലേ? അവിടെ കവർ ആവേണ്ടതാ. അപ്പൊ അതോടെ തീരേണ്ടതല്ലേ? എവിടെ തീരും? 40-ാം ദിവസം അച്ഛൻ പിന്നെയും വരും. ആണ്ടാണ്ട് പിന്നെ ഇവർക്ക് വേണ്ടി യാഗം അർപ്പിച്ചുകൊണ്ടിരിക്കും. എപ്പോഴെങ്കിലും ഈ യാഗം പൂർത്തിയായോന്നോ സ്വർഗത്തിലേക്ക് പോയോന്നോ ഒരു ഗ്യാരണ്ടിയും തരാൻ അച്ഛനെ കൊണ്ട് പറ്റില്ലെന്ന് മാത്രമല്ല, അച്ഛൻ മരിക്കുമ്പോൾ ആ പരിപാടി വേറൊരു അച്ഛനെ ഏൽപ്പിക്കും. ഇതിങ്ങനെ തലമുറ അനേകം പുരോഹിതന്മാർ പ്രാർത്ഥിക്കും. ആർക്കും യാതൊരു അഷുറൻസും ഇല്ല. ജനങ്ങൾക്ക് പരാതിയും ഇല്ല. പൈസ കൊടുത്തോളൂ, പക്ഷെ ഉത്തരവാദിത്വം ഇല്ല, ഉത്തരവും ഇല്ല. അപ്പൊ മനുഷ്യരുടെ നിൽക്കുന്ന എല്ലാ പൗരോഹിത്യം അങ്ങനെയാണ്. പക്ഷെ നമ്മുടെ പുരോഹിതൻ അങ്ങനെയുള്ളവനല്ല. നമ്മുടെ പുരോഹിതൻ പിതാവിന്റെ അടുത്തൊരു വാക്ക് പറഞ്ഞാൽ അത് നടന്നിരിക്കും. ദാറ്റ്സ് ദ ആണ. യേശുക്രിസ്തു മുഖാന്തരം എന്തു പ്രാർത്ഥിച്ചാലും അത് കിട്ടിയിരിക്കും. കർത്താവിന് പിതാവിന്റെ അടുത്ത് പുത്രൻ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും അവന് ഉത്തരവുണ്ട്. അതുകൊണ്ടാണ് ചേസ് ഇങ്ങനെ നടക്കുന്നത്. പുത്രൻ പറഞ്ഞിട്ടുണ്ട്, ഇവന് വേണ്ടിയാണ് ഞാൻ മരിച്ചതെന്ന്. പിതാവ് അത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ഉള്ളിലുള്ള സമാധാനം ഭയങ്കരമായ സമാധാനം. വേറെ ആശ്വസിക്കാൻ ഒരു വകയും ഭൂമിയിലില്ല. The only thing that gives me comfort is that high priest who is interceding for me before the Father.